ബിസിനസ്സിലെ പ്രൊഫഷൻ എടുത്തല്ലേ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിസിനസ് ഇൻകം. അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എന്താ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ? നമുക്കൊരു വീടുണ്ട്, ആ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. അത് എത്രയാന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ നമുക്കൊരു 3 സ്റ്റെപ്പ് ഉള്ളൂ. എത്ര സ്റ്റെപ്പാണ്? 3 സ്റ്റെപ്പ്. 3. ആദ്യം GAV കണ്ടുപിടിക്കണം. എന്താ GAV എന്ന് പറഞ്ഞാൽ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. രണ്ടാമത് NAV നെറ്റ് ആനുവൽ വാല്യൂ അഥവാ ആനുവൽ വാല്യൂ എന്ന് പറയും. മൂന്നാമത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഓടിപ്പോയിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാൻ പറ്റൂല. ആദ്യത്തെ 2 സ്റ്റെപ്പ് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റില് GAV, അത് ഗ്രോസ് ആനുവൽ. രണ്ടാമത് NAV, അടുത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, GAV എങ്ങനെ കാണാൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. GAV കാണണമെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് മുനിസിപ്പൽ റെന്റൽ വാല്യൂ തരും. എന്ത് തരും? മുനിസിപ്പൽ റെന്റൽ വാല്യൂ. എന്താണ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓരോ വീടുകൾക്കും ഫിക്സ് ചെയ്യുന്ന റെന്റാണ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ. 2 മാർക്കിന് ചോദിച്ചാൽ എന്ത് പറയണം? വാട്ട് ഈസ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ? റെന്റ് ഫിക്സഡ് ബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. പറഞ്ഞേ, റെന്റ് ഫിക്സഡ് ബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. അത് നമ്മൾ എടുത്ത് എഴുതി. 2 ഫെയർ റെന്റൽ വാല്യൂ, സിമിലർ ടൈപ്പ് ഓഫ് ഫിക്സഡ് റെന്റ് ഓഫ് സിമിലർ ഹൗസ് പ്രോപ്പർട്ടി. മനസ്സിലായോ? അതായത് സിമിലർ ഹൗസ് പ്രോപ്പർട്ടി, ഒരേപോലെയുള്ള വീടുകൾക്ക് സാധാരണ നമ്മളെ ഫിക്സ് ചെയ്യുന്ന ഒരു റെന്റാണ് ഫെയർ റെന്റൽ വാല്യൂ. ഇത് ക്വസ്റ്റിനിൽ തരും കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള മുനിസിപ്പൽ റെന്റൽ വാല്യൂ MRVയും FRVയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലിയ എമൗണ്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? അടിയിൽ എഴുതുക. വലിയ എമൗണ്ട് എടുത്ത് അടിയിൽ എഴുതുക. ഓക്കെ അല്ലേ? അപ്പൊ MRVയും FRVയും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? MRVയും FRVയും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? വലിയ എമൗണ്ട് എടുക്കണം. ഓക്കെ, വലിയ എമൗണ്ട് എടുക്കുക. അടുത്തത് ആ കിട്ടിയ എമൗണ്ടിനെ SRVയുമായി കമ്പയർ ചെയ്യുക. എന്താ SRV എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ. ചോദിക്കാറുണ്ട് എക്സാമിന്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് റെന്റ്? റെന്റ് ഫിക്സഡ് ബൈ റെന്റ് കൺട്രോൾ ആക്ട്. നോട്ട് ചെയ്ത് വെച്ചു. റെന്റ് ഫിക്സഡ് ബൈ റെന്റ് കൺട്രോൾ. ഏറ്റവും കൂടുതൽ ചോദിച്ചത് SRV ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് റെന്റ് ആണ്. 2 മാർക്കിന്. എന്താണ് സ്റ്റാൻഡേർഡ്? റെന്റ് കൺട്രോൾ ആക്ട്. അപ്പൊ ഈ SRVയുമായിട്ട് നമുക്ക് നേരത്തെ കിട്ടിയ എമൗണ്ടിന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ചെറിയ എമൗണ്ട് എടുത്ത് എഴുതുക. ആ കിട്ടിയ ആൻസറിനെയാണ് നമ്മൾ ERV എന്ന് പറയുക. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. ഓക്കെ ആണോ? എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കിട്ടിയത് മനസ്സിലായോ? ഒന്നുകൂടി പറയട്ടെ. ആദ്യം MRVയും FRVയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് വലിയ എമൗണ്ട് താഴോട്ട് എടുത്ത് എഴുതുക. ആ എമൗണ്ടിനെ SRVയുമായി കമ്പയർ ചെയ്തിട്ട് ചെറുതെടുത്ത് എഴുതുക. അതാണ് ERV. സെറ്റാണോ? ERV വരെ ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. അടുത്തത് ആനുവൽ റെന്റൽ വാല്യൂ. അതാണ് ശരിക്കും നമുക്ക് ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടുന്ന ഒരു വർഷത്തെ വാടക. അത് മന്ത്ലി ആയിട്ട് ചിലപ്പോൾ വരും. മന്ത്ലി വാടകയായിരിക്കും തരിക. അപ്പൊ എങ്ങനെ ആനുവൽ ആക്കുക? മന്ത്ലി റെന്റ് എങ്ങനെ ആനുവൽ ആക്കുക? ഇൻറ്റു 12. ഇൻറ്റു 12. അപ്പൊ ARV കിട്ടും. അപ്പൊ ഈ ERVനെയും ARVനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലിയ എമൗണ്ട് എടുത്ത് ചെയ്താൽ അതാണ് GAV, ഗ്രോസ് ആനുവൽ വാല്യൂ. ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാവർക്കും GAV കാണാൻ മനസ്സിലായോ? ക്ലിയർ? MRV FRV കമ്പയർ ചെയ്ത് വലുതെടുക്കുക. SRVയുമായി കമ്പയർ ചെയ്ത് മാത്രം ചെറുതെടുക്കുക. ARVയുമായി കമ്പയർ ചെയ്ത് വലുതെടുക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇതിൽ ഡീംഡ് ഓണർ ആരാന്ന് ചോദിക്കും. 2 മാർക്കിന് നോക്കുക. അപ്പൊ നമുക്കൊരു പ്രോബ്ലം കാണിച്ചു തരാം. നോക്കി നിങ്ങളെ. മിസ്റ്റർ അശ്വിൻ ഓൺസ് എ ഹൗസ്. മുനിസിപ്പൽ വാല്യൂ 60,000. മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ? MRV ആണോ FRV ആണോ? MRV. MRV 60,000. ഫെയർ റെന്റൽ വാല്യൂ 65,000. സ്റ്റാൻഡേർഡ് റെന്റ് 62,000. മന്ത്ലി റെന്റ് 5,400. എത്രയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MRV FRV അതെടുത്ത് എഴുതാം. ഈ ക്വസ്റ്റിൽ MRV എത്രയാ? മുനിസിപ്പൽ വാല്യൂ എത്രയാ? 60,000. FRVയോ? 65,000. അപ്പൊ 60,000 65,000 തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലിയ എമൗണ്ട് 65,000. അത് താഴോട്ട് എടുത്ത് എഴുതാം. ഇനി SRVയുമായി കമ്പയർ ചെയ്യാം. SRV എത്രയാ ക്വസ്റ്റിനിൽ സ്റ്റാൻഡേർഡ് റെന്റ്? 62,000. അപ്പൊ SRV 62,000. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ 65,000 SRVയുമായി കമ്പയർ ചെറുതാണ് എഴുതേണ്ടത്. അപ്പൊ 65,000 ആണോ 62,000 ആണോ ചെറുത്? 62,000.
അതിനെ വിളിക്കുന്ന പേരെന്താ? ERV. ഇനി ഈ 62,000 ആനുവൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ നമുക്ക് മന്ത്ലി റെന്റ് ഇല്ല തന്നേക്കണേ. എത്രയും മന്ത്ലി റെന്റ്? മാസ വാടക എത്രയാ വീടിന് കിട്ടുന്ന മാസ വാടക? 5400. അപ്പൊ ഒരു വർഷം എത്ര കിട്ടും? 5400 ഇൻറ്റു 12 ചെയ്യാം. അപ്പൊ നമുക്ക് 64,800 കിട്ടും. അപ്പൊ 62,000 ആണോ 64,800 ആണോ വലുത്? 64,000. യെസ്, അതാണ് GAV, ഗ്രോസ് ആനുവൽ വാല്യൂ. എല്ലാവരും ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ മനസ്സിലായെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഈ ആനുവൽ റെന്റിനെയാണ് ഡിഫാക്ടോ എന്ന് പറയാം. ഡിഫാക്ടോ, DEFACTO. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ടുപറ ആരും തലകറങ്ങി പോണ്ട. ഡിഫാക്ടോ എന്ന് പറഞ്ഞാൽ ആനുവൽ റെന്റ് അഥവാ ആക്ച്വൽ റെന്റ് ആണ്. ഓക്കെ അല്ലേ? സർ, അതില് ഈ ആനുവൽ ലെറ്റിംഗ് വാല്യൂ എന്നൊക്കെ ചില കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഒരു വർഷത്തെ വാടകയാണ് കേട്ടോ. ആനുവൽ ലെറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ വാടകയാണോ? അതെ, ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വാടകയ്ക്ക് കൊടുക്കുക, അതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ. പിന്നെ എക്സ്പെക്ട് റെന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചെയ്ത് കിട്ടുന്ന ആൻസർ ഇല്ലേ, SRVയും കമ്പയർ ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, അതാണ് എക്സ്പെക്ടഡ് റെന്റ്. അപ്പൊ നിങ്ങൾ MRV FRV എടുക്കണ്ട. 62,000 നമുക്ക് കിട്ടിയില്ലേ ഈ ക്വസ്റ്റ്യനിൽ? അതാണ് ERV എന്ന് പറയുന്നത്, എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ കേട്ടോ. ചിലപ്പോൾ അതും ഡയറക്ട്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അപ്പൊ നിങ്ങൾ ബാക്കിയൊന്നും ചെയ്യണ്ട കേട്ടോ. യെസ്, ഒരു കാര്യം ചെയ്തോ. ഒരു 3 ഹൗസ് ഉണ്ടേ. അപ്പോ ഹൗസ് 1 ഞാൻ പറഞ്ഞുതരാം. MRV എത്രയാ അതില്? ഹൗസ് 1ന്റെ MRV എത്രയാ? 30,000. FRV ആദ്യം 26,000. MFS എന്ന് പഠിച്ചു വെക്കുക. M മുനിസിപ്പൽ, F ഫെയർ റെന്റൽ വാല്യൂ, S സ്റ്റാൻഡേർഡ് റെന്റ്, പിന്നെ ആക്ച്വൽ റെന്റ്, അവസാനം ആക്ച്വൽ റെന്റ്. അപ്പോ MFS. ഓക്കെ അല്ലേ? ആരും എഴുതിയിട്ടൊന്നും കൊണ്ടുപോയല്ലോ ഹാൾ ടിക്കറ്റിൽ കേട്ടോ. ഓക്കെ അല്ലേ? MRV എത്രയാ? ആദ്യം MRV എത്രയാ? 30,000. 30,000. FRVയോ? 26,000. ഏതാ വലുത്? 30,000. 30,000. SRV ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ 30,000 തന്നെ താഴോട്ട് എടുത്ത് എഴുതാം കേട്ടോ. SRV ഇല്ലാത്തതുകൊണ്ട് ആ 30,000 താഴോട്ട് എടുത്ത് എഴുതാം. ഇനി ARV എത്രയാ? ആനുവൽ റെന്റൽ എത്രയാ തന്നിട്ടുണ്ട്? ആനുവൽ റെന്റ് എത്രയാ? 33,000. യെസ്, അപ്പൊ അതുമായി കമ്പയർ ചെയ്തിട്ട് വലുതെടുക്കാം. അപ്പൊ GAV കിട്ടി. സെറ്റ് അല്ലേ? ക്ലിയർ? Yes. ഓക്കെ. ഹൗസ് 2ഉം 3 നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആയി. ഓക്കെ, ഡൗട്ട് ആർക്കില്ല. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ Sir. കിട്ടിക്കഴിഞ്ഞു. ചോദിച്ചോളൂ. എക്സാമിന് എഴുതുമ്പോ നമ്മൾ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി? എന്തെങ്കിലും ഫോർമാറ്റ് എന്തെങ്കിലും ഫോളോ ചെയ്യണോ? ഇല്ല, ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. വെറുതെ താഴോട്ട് വെറുതെ എഴുതിയാൽ മതി കേട്ടോ. GAV കിട്ടിക്കഴിഞ്ഞാല് GAV കാണാൻ ഇപ്പൊ മനസ്സിലായില്ലേ? GAV വരെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 2 സാധനങ്ങൾ കുറയ്ക്കുക. ഏതൊക്കെയാ? അൺറിയലൈസ്ഡ് റെന്റ്. അത് റൂൾ 4 എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു തരും. റൂൾ 4 സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് അൺറിയലൈസ്ഡ് റെന്റ് ആണ് കേട്ടോ. മനസ്സിലായോ? കണ്ടീഷൻ 4 എന്നൊക്കെ പറയും ചിലപ്പോൾ. അത് അൺറിയലൈസ്ഡ് റെന്റ് ആണേ. അപ്പൊ അൺറിയലൈസ്ഡ് റെന്റ് തന്നാൽ എന്ത് ചെയ്യണം? നിങ്ങളത് ജസ്റ്റ് കുറച്ചാൽ മതി. അതുപോലെ മുനിസിപ്പൽ ടാക്സ്, ആ വീടിന്റെ ടാക്സ് ആണ് മുനിസിപ്പൽ ടാക്സ്. അത് ഓണർ അടച്ചാൽ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ആരടച്ചാൽ മാത്രം? ഓണർ, അതായത് ലാൻഡ് ലോഡ്. ഓണർ അഥവാ ലാൻഡ് ലോഡ്. ടെനന്റ് അടച്ചാൽ കുറയ്ക്കാൻ പറ്റും. ടെനന്റ് എന്ന് പറഞ്ഞാൽ ആരാ? വാടകക്കാരനാണ്. വാടകക്കാരൻ അടച്ചാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ആര് മുനിസിപ്പൽ ടാക്സ് അടയ്ക്കണം നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റണമെങ്കിൽ? ഓണർ അഥവാ ലാൻഡ് ലോഡ്. അപ്പൊ GAVന്ന് അൺറിയലൈസ് റെന്റും മുനിസിപ്പൽ ടാക്സും കുറച്ച് കിട്ടുന്ന ആൻസർ ആണ് നെറ്റ് ആനുവൽ വാല്യൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ശങ്കരൻ ഓൺസ് 2 ഹൗസ്. മിസ്റ്റർ ശങ്കരൻ 2 വീടുണ്ട്. ഹോം എക്സും ഹോം വൈ. ഹോം എക്സിന്റെ ചെയ്യാം നമുക്ക് ആദ്യം. പറഞ്ഞു MRV എത്രയാ? 45,000. FRV 43,000. ഏതാ വലുത്? 45,000. യെസ്, അതിനെ SRVയുമായി കമ്പയർ ചെയ്യും. SRV എത്രയാ? 50,000. 50,000. അപ്പൊ 45 50 ചെറുതല്ലേ എടുക്കണ്ടേ? SRV 45 എടുത്ത് എഴുതി. ഇനി മന്ത്ലി റെന്റ് 4,000. അപ്പൊ അതിനെ ആനുവൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4,000 ഇൻറ്റു 12. അപ്പൊ 48,000 കിട്ടും. അപ്പൊ 45 48 വലുത്? 48. അപ്പൊ GAV കിട്ടിയത് മനസ്സിലായ എല്ലാവർക്കും?
ഗ്രോസ് ആനുവൽ വാല്യൂ 48,000 കിട്ടിയത് മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരുമോ? ആ എം ആർ വി എത്രയാണ് ക്വസ്റ്റ്യനില്? 45. ആ എഫ് ആർ വിയോ? അതല്ല, ഇതിന്റെ മുമ്പ് ഇല്ലേനോ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞ ആ ഫോർമാറ്റ് എന്ന് പറഞ്ഞല്ലോ. ആ ഇത് ക്ലിയർ ആയിക്കിന്. ഓക്കെ രണ്ടെണ്ണം കുറയ്ക്കുക അത്രേ ഉള്ളൂ. കിട്ടിയ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് അൺറിയലൈസ് റെന്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, മുനിസിപ്പൽ ടാക്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. മുനിസിപ്പൽ ടാക്സ് ഓണർ അടച്ചാൽ മാത്രം, ലാൻഡ് ലോഡ് അടച്ചാൽ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ടെനന്റ് ആണ് അടയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ പറ്റൂല. അത്രേ ഉള്ളൂ. ഫോർമാറ്റിലുള്ള മാതിരി തന്നെയാണ് ക്വസ്റ്റ്യനിൽ വരിക. യെസ് അത്ര ഇനി വരുള്ളൂ. ഇനി ആവശ്യമില്ലാത്ത കുറെ അനാവശ്യമായുള്ള സാധനങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, എടുക്കണ്ട. ഓക്കെ. ഓക്കെ. അൺറിയലൈസ് റെന്റ് ചിലപ്പോൾ റൂൾ 4 സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞു തരും. അതൊക്കെ അൺറിയലൈസ് റെന്റ് തന്നെയാണ് കേട്ടോ. അത് വെറുതെ കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ക്ലിയർ ആയില്ല. മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. അപ്പൊ GAV കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് ലാൻഡ് ലോഡ് അല്ലേ അടച്ചേക്കണേ? ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ആരാ? മുനിസിപ്പൽ ടാക്സ് ലാൻഡ് ലോഡ് അടച്ചു എന്ന് പറഞ്ഞാൽ ആരാ? ഓണർ. ഓണർ. 4,500 കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ആനുവൽ വാല്യൂ. സെറ്റ് അല്ലേ? 43,500 കിട്ടും. ക്ലിയർ? സാറേ ആ ചോദിച്ചോ. ഈ അൺറിയലൈസ്ഡ് റെന്റ് അങ്ങനെ തന്നെ കൊടുക്കുമോ അതോ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കുമോ? അതല്ല ഞാൻ പറഞ്ഞ റൂൾ 4 സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നു. ഓക്കെ. അടുത്ത് നോക്കി, മുനിസിപ്പൽ വാല്യൂ 83,000, ഫെയർ റെന്റൽ വാല്യൂ 85,000. അപ്പൊ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? MRV FRV കമ്പയർ ചെയ്ത് എന്ത് ചെയ്യണം? പറയ്. വലുതെടുക്കണം. 85. SRV ഇല്ല, അപ്പൊ 85 താഴോട്ട് എടുത്ത് എഴുതി. ഇനി ARV മന്ത്ലി റെന്റ് എത്രയാ? മന്ത്ലി റെന്റ് 7,000 ഇൻറ്റു 12 ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 84,000. അപ്പൊ 85,000 ആണോ 84,000 ആണോ വലുത്? 85,000. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ 85 കിട്ടി. ഇനി മുനിസിപ്പൽ ടാക്സ് ഉണ്ട്, അതിൽ 50% പെയ്ഡ് ബൈ ടെനന്റ് ആണ്. അപ്പൊ ശരിക്കും മുനിസിപ്പൽ ടാക്സിന്റെ എമൗണ്ട് തന്നിട്ടില്ല. 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ എന്നാണ് പറഞ്ഞേക്കണത്. മുനിസിപ്പൽ വാല്യൂയുടെ 10% മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ വാല്യൂ 83,000 അല്ലേ? അപ്പൊ അതിന്റെ 10% എന്ന് പറയുമ്പോ 8,300. ആ 8,300 മൊത്തം ഓണർ ആണോ അടച്ചത്? പകുതി ടെനന്റാ വാടകക്കാരൻ, ബാക്കി പകുതി അടച്ചിട്ടുള്ളൂ. അപ്പൊ 8,300ന്റെ പകുതി 4,150. ക്ലിയർ ആയോ? അപ്പൊ ഈ ആനുവൽ വാല്യൂ കാണാന്ന് പറഞ്ഞാൽ അത് നെറ്റ് ആനുവൽ വാല്യൂ കാണാന്നാണ് അർത്ഥം കേട്ടോ. ചിലപ്പോൾ എക്സാമിന് തിയറി ചോദിക്കും, ഹൗ വിൽ യു ഡിറ്റർമിൻ ദ ആനുവൽ വാല്യൂ ഹൗസ് പ്രോപ്പർട്ടി? ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് തിയറി ചോദിച്ചാൽ ആ ഫോർമാറ്റ് ഫുൾ അങ്ങോട്ട് എഴുതിച്ച ഫുൾ മാർക്ക്. സെറ്റ് അല്ലേ? ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മുനിസിപ്പൽ വാല്യൂ 75,000, ഫെയർ റെന്റൽ വാല്യൂ 80,000. എന്തെങ്കിലും വേണം? ഹയർ എടുക്കുക. 80 എടുക്കാം. ഇനി SRV 78. അപ്പൊ 80 ആണോ 78 കമ്പയർ ചെയ്തിട്ട് എന്തെടുക്കണം? 78. ചെറുതല്ലേ എടുക്കുക SRVയുമായി കമ്പയർ ചെയ്ത്. അടുത്ത മന്ത്ലി റെന്റ് 7,000 ആണ്. അപ്പൊ 84,000 വരും. അപ്പൊ 74. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ 84,000 കിട്ടി. അടുത്ത മുനിസിപ്പൽ ടാക്സ് ഉണ്ട്, അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. രണ്ടും എന്ത് ചെയ്യണം? ഈ മുനിസിപ്പൽ ടാക്സ് ആരാ അടച്ചെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് ഓണർ അടച്ചു. സോ അത് മൈനസ് ചെയ്യണം. ക്ലിയർ? ഓക്കെ. യെസ്, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. MRV 80,000, FRV 78,000. ഏതാ വലുത്? MRV 80,000 എടുത്ത് എഴുതി. SRV 82,000. അപ്പൊ 80,000 82,000 തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ചെറുതെടുക്കണം. 78,000. ചെറുതെടുക്കുക. അപ്പൊ എത്ര വരും? 80,000. ശരിയല്ലേ? സോറി. കറക്റ്റ് അല്ലേ? 80 78 കമ്പയർ ചെയ്ത് വലുത് 80 എടുത്തല്ലോ. അപ്പൊ ഇനി 80 82 തമ്മിൽ കമ്പയർ ചെറുത് 80 ആയിരിക്കും. ശരിയല്ലേ? ഇനി മന്ത്ലി റെന്റ് 6,800 ആണ്. പക്ഷെ അടിയിൽ പറയുന്നത് വേക്കൻസി 2 months. എന്താ വേക്കൻസി 2 months എന്ന് പറഞ്ഞാൽ? 2 മാസത്തെ വേക്കൻസി. 10 മാസം മാത്രം. അതെ, 2 മാസം ആ വീട് അടഞ്ഞിടക്കായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് മാസവാടക 10 മാസത്തിലേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ 6,800 × 12 എത്ര? 6,800 × 12. സോറി, 6,800 × 10.
68,000 അല്ലേ? ആ. ശരിയാണോ? ശരിയാണോ മക്കളെ? ശരിയാണ്. യെസ്. ഒന്ന് നോക്കിക്കോ. ERV നമുക്ക് എത്ര കിട്ടി? ERV എത്ര കിട്ടി എന്ന് പറഞ്ഞേ. MRVയും FRVയും കമ്പയർ ചെയ്തു. MRV എത്രയാണ്? 80,000. FRV 78,000. അപ്പൊ വലുതേതായിരുന്നു? 80,000. 80,000. ഇനി SRV 82 ആണ് അല്ലേ? അപ്പൊ ചെറുതേതാ? 80,000. ERV 80,000 ആണുള്ള സംശയമില്ലല്ലോ. സെറ്റ് അല്ലേ? ഇല്ല. ഇനി ARV ആക്ച്വൽ റെന്റൽ വാല്യൂ എത്ര വരിക? 6,800 ഇൻറ്റു 10. 10. അപ്പൊ എത്ര വരിക? 68,000 അല്ലേ വരിക? Yes. ഒരു കാര്യം മക്കളെ ശ്രദ്ധിക്കണം. ഈ വേക്കൻസി വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. മന്ത്ലി റെന്റ് 6,800 അല്ലേ? അല്ലേ? അതെ. അപ്പൊ 6,800 ഇൻറ്റു 12 എത്ര? ശരിക്കും നമുക്ക് ഒരു വർഷം എത്ര കിട്ടും? 6,800 ഇൻറ്റു 12 എത്രയാ? 81,600. നോക്കി പറഞ്ഞ എത്ര കിട്ടിയേ? 81,600. യെസ്, 81,600. ശരിയാണോ? യെസ്. അപ്പൊ 80,000 ആണോ 81,600 ആണോ വലുത്? ഞാൻ ജസ്റ്റ് വെറുതെ ചോദിക്കാണേ. നമുക്ക് 80,000 ERV കിട്ടി. 81,600 ആണ് വലുത്. ശരിയല്ലേ? ശരിക്കും വേക്കൻസി ഇല്ലായിരുന്നുവെങ്കിൽ ARV അല്ലേ വലുത് വരിക? 81,600 അല്ലേ വരിക? അല്ലേ? അതെ. പക്ഷെ വേക്കൻസി എന്ന് പറയുന്ന കാരണം കൊണ്ട് ARV എന്തായി? ചെറുതായി. കത്തി. വേക്കൻസി എന്ന് പറയുന്ന കാരണം ARV എന്തായി? ചെറുതായി. അങ്ങനെ വന്നാൽ ആ ചെറിയ എമൗണ്ട് തന്നെയാണ് GAV ആയിട്ട് എടുക്കേണ്ടത്. ഒന്നുകൂടെ പറ സാറേ. ERV 80,000 വരെ കിട്ടിയത് ക്ലിയർ ആയോ? MRV FRV കമ്പയർ ചെയ്തു, ഹയസ്റ്റ് എടുത്തു. SRVയുമായി കമ്പയർ ചെയ്ത് ലോവസ്റ്റ് 80,000. അതാണ് ERV. അതുവരെ മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. ഇനി ARV എടുക്കുമ്പോ ആനുവൽ റെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. മന്ത്ലി റെന്റ് എത്രയാ ക്വസ്റ്റ്യനില്? 6,800. അപ്പൊ വേക്കൻസി 2 മാസം ഉണ്ടായിരുന്നല്ലോ. വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ആദ്യം ഒരു വർഷത്തെ ആനുവൽ റെന്റ് കണ്ടുപിടിക്കുക. അപ്പൊ 6,800 ഇൻറ്റു 12 അത് എത്രയാ? 6,800 ഇൻറ്റു 12 എത്രയാ? അവിടെ 81,600. അപ്പൊ 80,000 ആണോ 81,600 ആണോ വലുത്? ശരിക്കും 81,600. ശരിക്കും GAV 81,600 ആണ് വരിക അല്ലെ? പക്ഷേ ഇവിടെ 2 മാസം വേക്കന്റ് ആയിരുന്നല്ലോ. സോ നമ്മള് 6,800 ഇൻറ്റു 12 എടുക്കില്ലല്ലോ, 10 അല്ലേ എടുക്കുള്ളൂ. അപ്പൊ 68,000 ആയി. ശരിയല്ലേ? അപ്പൊ വേക്കൻസി എന്ന് പറയുന്ന കാരണം കൊണ്ടാണ് ERVനേക്കാൾ ചെറുതായി പോയത് ARV. ശരിയല്ലേ? വേക്കൻസി എന്ന് പറയുന്ന കാരണം കൊണ്ട് മാത്രമാണ് ARV ചെറുതായി പോയി. അല്ലെങ്കിൽ അത് 81,600 ആവേണ്ടതാ, മറ്റേതിനേക്കാൾ വലുതാവേണ്ടതാ. ശരിയല്ലേ? വേക്കൻസി എന്ന് പറയുന്ന കാരണം കൊണ്ട് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് വേണം GAV ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ? സാർ അപ്പൊ ഈ 12 മാസത്തെ ക്യാഷ് എടുത്തിട്ടും ERV ആണ് വലുത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ എടുക്കാം. അപ്പൊ വലുത് തന്നെ എടുക്കാം. നോർമൽ പോലെ. അപ്പൊ കൺഫ്യൂഷൻ വരില്ല. അത്തിയില്ലേ? വേക്കൻസി വന്നിട്ടാണെങ്കിലും ARV വേക്കൻസി വന്നപ്പോ ARV ചെറുതായതാണ് എടുക്കുക. അപ്പൊ ARV അല്ല, അതിന്റെ മുന്നിൽ ERV തന്നെയാണ് ചെറുതുന്നുണ്ടെങ്കിൽ അതാണോ എടുക്കുക? അല്ലല്ല, വലുത് തന്നെ എടുക്കും. മുനിസിപ്പൽ ടാക്സ് അപ്പൊ നമുക്ക് കിട്ടിയ ആ ഒരൊറ്റ റീസൺ കാരണം കേട്ടോ. മുനിസിപ്പൽ ടാക്സ് ഉണ്ട് 15,000 ആണ്. അതിൽ 7,000 രൂപ ടെനന്റ് അടച്ചേക്കണേ. അപ്പൊ 15-ൽ 7 കഴിച്ച് ബാക്കി 8,000 ഉണ്ട്. അത് ആരായിരിക്കും അടച്ചിട്ടുണ്ടാവുക? ഓണർ. അപ്പൊ അത് കുറയ്ക്കാം. പിന്നെ അൺറിയലൈസ്ഡ് ഉണ്ട്, അത് കുറയ്ക്കാം. അപ്പൊ എല്ലാവർക്കും ആനുവൽ വാല്യൂ മനസ്സിലായോ? ക്ലിയർ? ഏകദേശം ക്ലിയർ. ഓക്കെ. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ സാധനം. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലായി. 6,800 × 12 81,600 എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി 3ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാം.
ഓക്കെ. ഓക്കെ. മൂന്നാം സ്റ്റെപ്പ് നമുക്ക് ആനുവൽ പറഞ്ഞാല് ആനുവൽ വാല്യൂവിൽ നിന്നും എല്ലാവരും എന്ത് ചെയ്യണം, ഒരു 30% കുറയ്ക്കണം. അതിന് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ എന്നാണ് പറയുക. എല്ലാവർക്കും ഒരു 30% നമുക്ക് കുറയ്ക്കാം. മനസ്സിലായോ? അപ്പൊ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര ശതമാനം കിട്ടിയ ആൻസറിന്റെ 30%. 30%. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നമ്മൾ ആ വീട് പണിയാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ അതിന്റെ പലിശ അത് നമുക്ക് 2 ലക്ഷം രൂപ വരെ കുറയ്ക്കാം. അപ്പൊ ഇൻട്രസ്റ്റ് ലോൺ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. അങ്ങനെ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിന്റെ സിമ്പിൾ നോക്കിക്കേ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാൻ. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ? ക്ലിയർ ആണ് സർ. മിസ്റ്റർ ആന്റണി ഹാസ് ഓൺ 3 ഹൗസസ്. മിസ്റ്റർ ആന്റണിക്ക് 3 വീടുകളുണ്ട്. ഒന്ന് സെൽഫ് ഒക്യുപ്പൈഡ്, സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു. ഹൗസ് 2 ലെറ്റ് ഔട്ട്, ഹൗസ് 3 ഓൺ ബിസിനസ് ആണ്. ലെറ്റ് ഔട്ട് ആണ് നമ്മൾ ഇപ്പൊ ഇത്രയും നാൾ പഠിച്ചത് അല്ലെ? വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴുള്ള കാൽക്കുലേഷൻ അല്ലേ പഠിച്ചത്? അല്ലേ? അല്ലേ? അതെ. യെസ്. സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലോ സ്വന്തം വീടിന് വേണ്ടി ഉപയോഗിക്കും, സ്വന്തമായി നമ്മൾ താമസിക്കാനാണ് വീട് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ ആനുവൽ വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ വാടക കിട്ടില്ലല്ലോ ഒരിക്കലും, നമ്മൾ സ്വന്തമല്ലേ താമസിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ അവിടെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ആനുവൽ വാല്യൂ ഉണ്ടാവോ? No. ഇല്ല. പിന്നെ നമ്മുടെ 30% ഒക്കെ ആനുവൽ വാല്യൂവിനെ കാണാൻ പറ്റൂ? ആനുവൽ വാല്യൂ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ 30 കാണാം? ശരിയല്ലേ? പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നെഗറ്റീവ് ആയതുകൊണ്ട് അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റൂല, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇൻകം ഇല്ലല്ലോ, നെഗറ്റീവ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ലോസ് എന്ന് പറയാം. അതവിടെ നിൽക്കട്ടെ, പറഞ്ഞുതരാം. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആണെങ്കിൽ ആനുവൽ വാല്യൂ ഉണ്ടാവോ? ആനുവൽ വാല്യൂ ഉണ്ടാവോ? ഇല്ല, ഉണ്ടാവില്ല. ഇല്ല. അപ്പൊ 30% ഓഫ് ആനുവൽ വാല്യൂ ഉണ്ടാവോ? അതും ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ലോൺ മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ലോൺ എത്രയാ നോക്കി? ഹൗസ് വണ്ണിന്റെ ഇൻട്രസ്റ്റ് ലോൺ എത്രയാ? 40,000. അത് നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇൻകം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയണോ? ഹൗസ് പ്രോപ്പർട്ടി. അത്രേ ഉള്ളൂ. അപ്പോ എപ്പോഴും സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് ഇൻകം ഉണ്ടാവില്ല, ലോസ് ആയിരിക്കും. ഇനി ഹൗസ് 2 കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യണം. MRV പറഞ്ഞോ, എത്ര MRV? 63,000. FRV 60,000. ഏതാ വലുത്? MRV 63,000. SRV ഇല്ല. ഇനി മന്ത്ലി റെന്റ് കാണാം. മന്ത്ലി റെന്റ് 5,000 ആണ്. അപ്പൊ 5,000 × 12 60,000 വരും. 63 ആണോ 60,000 ആണോ വലുത്? ചെറുതല്ലേ എടുക്കണ്ടേ? അല്ല, SRV ഇല്ലടാ, SRV ഇല്ല. ഇപ്പൊ SRVയുമായി കമ്പയർ ചെയ്യുമ്പോഴല്ലേ ചെറുതെടുക്കുക, അതില്ലല്ലോ. അപ്പൊ ഡാഷ് 63,000. അപ്പൊ 63,000. അപ്പൊ GAV കിട്ടിയില്ല 63,000. GAV 63,000. ഇനി അതിൽ മുനിസിപ്പൽ ടാക്സ് ആൻഡ് റിയലൈസ്ഡ് ഉണ്ടോ നോക്കി? ഹൗസ് 2 ഉണ്ട് അല്ലേ? മുനിസിപ്പൽ ടാക്സ് പേരുണ്ട്. എത്ര ശതമാനം? 5%. എന്തിന്റെ 5%? വെരി ഗുഡ്. മുനിസിപ്പൽ വാല്യൂന്റെ. അപ്പൊ എത്ര വരും? 6,300ന്റെ പകുതി 3,000 എത്ര വരും? 3,150. യെസ്, 3,150 മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. അപ്പൊ ആനുവൽ വാല്യൂ കിട്ടി. അൺറിയലൈസ്ഡ് ഇല്ല. ഇനി ആനുവൽ വാല്യൂടെ എന്ത് ചെയ്യണം? 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കുറയ്ക്കണം. അതായത് 59,850 കിട്ടിയ ആൻസറിന്റെ 30/100 17,985 കുറയ്ക്കുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടല്ലോ, 15,000 ഉണ്ട്, അതും കുറയ്ക്കുക. അപ്പൊ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സെറ്റ് ആണോ? യെസ്. ഇനി മൂന്നാമത്തെ ഹൗസ് ആള് സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ച ഒരിക്കലും അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിലല്ല വരിക. സോ നമ്മളത് ഇവിടെ കൂട്ടണ്ട. വിൽ നോട്ട് കം അണ്ടർ ദ സെക്ഷൻ. ക്ലിയർ? സത്യോ? അവിടെ ബിസിനസ് യൂസിനാണ് മൂന്നാമത്തെ വീട് ഉപയോഗിച്ചേക്കണേ. ബിസിനസ് യൂസിനാണെങ്കിൽ ഇവിടെ വരില്ല, ഈ ഹെഡിലല്ലോ വരും. ഇത് ഹൗസ് പ്രോപ്പർട്ടി അല്ലേ, അപ്പൊ ഇതിനകത്ത് കാണിക്കണ്ട. അത്രയേ ഉള്ളൂ. സെറ്റ് അല്ലേ? സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസോട് ഞാൻ പറഞ്ഞു. NAV എന്തായിരിക്കും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന്? നില്ലായിരിക്കും. അപ്പൊ 30% NAV ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ലോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായിരിക്കും ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സെറ്റ് അല്ലേ? അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. MRV FRV ഒക്കെ തരും ക്വസ്റ്റ്യനില്. നിങ്ങളെ തെറ്റിക്കാൻ, നിങ്ങൾ കഷ്ടപ്പെട്ട് MRV FRV ഒന്നും ചെയ്യരുത് കേട്ടോ മക്കളെ. സെൽഫ് ഓക്യുപ്പൈഡ് എവിടെയെങ്കിലും പറഞ്ഞാൽ പിന്നെ MRV FRV ഒക്കെ എഴുതണോ? വേണ്ട. ആനുവൽ വാല്യൂ നില്ലാണ്. 30% ആനുവൽ വാല്യൂ ഇല്ല. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാ നോക്കി ആൻസറിൽ? എത്രയാ?
15,000. അതായിരിക്കും ആൻസർ. ലോസ് ഫ്രം ഹൗസ്. ഈ റിപ്പയേഴ്സ് എന്നൊക്കെ പറഞ്ഞു തരും, ഇൻഷുറൻസ് പ്രീമിയം, ഗ്രൗണ്ട് റെന്റ്, റിപ്പയേഴ്സ് എന്നൊക്കെ പറഞ്ഞു തരും. നിങ്ങളതൊന്നും മൈൻഡേ ചെയ്യരുത് കേട്ടോ, അത് എടുക്കുകയും ചെയ്യരുത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി ഒരു വീടിന്റെ പകുതി ഭാഗം സെൽഫ് ഓക്യുപ്പൈഡ്, പകുതി വാടകയ്ക്ക് കൊടുത്തേക്കാം. ഒരു 2 നില വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കും, ശരിയല്ലേ? യെസ്. അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പകുതി എടുക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ നമുക്ക് അതിന് MRV FRV ഒന്നും വേണ്ടല്ലോ. പക്ഷെ ആ വീടിന്റെ മൊത്തം മുനിസിപ്പൽ വാല്യൂ ഇല്ല, മുനിസിപ്പൽ കോർപ്പറേഷൻ ആ വീടിന് എന്താ ആ വീടിന് മുനിസിപ്പൽ കോർപ്പറേഷൻ ഫിക്സ് ചെയ്ത റെന്റ് എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ മൊത്തം റെന്റ് അല്ലേ, മുനിസിപ്പൽ വാല്യൂ അല്ലേ. അതുപോലെ ഫെയർ ആൻഡ് വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ ആ വീടിന്റെ മൊത്തമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെയൊക്കെ ഹാഫ് എടുക്കണം. അതിന്റെയൊക്കെ എന്തെടുക്കണം? അപ്പൊ MRV ഇവിടെ എത്രയാ? 90,000 അല്ലേ. അപ്പൊ എത്ര എടുക്കും? 45,000. 45,000. FRV ഇല്ല, അപ്പൊ 45,000 താഴോട്ട് എടുത്ത് എഴുതി. ഇനി SRV എത്രയാ? 85,000 അല്ലേ. അതിന്റെ പകുതി എത്രയാ? 85,000ത്തിന്റെ പകുതി 42,500 ആണോ? ആണോ? അതെ അതെ അപ്പൊ 45,000 ആണോ 42,500 ആണോ ചെറുതല്ലേ എടുക്കുക? SRV കമ്പയർ ചെയ്ത് 42,500 ശരിയാണോ? Yes. ഇനി മന്ത്ലി റെന്റ് ഉണ്ട്. ആ വീട് വാടകയ്ക്ക് കൊടുത്ത് നമുക്ക് കിട്ടുന്നത് 4,800 ആണ്. മന്ത്ലി റെന്റ് മാത്രം എടുക്കുമ്പോൾ വർഷത്തെ എടുക്കണം. കാരണം എന്തുകൊണ്ടാ? നമുക്ക് വാടക കിട്ടുന്നത് വാടകയ്ക്ക് കൊടുത്ത ആ പോർഷന്റെ ആണല്ലോ വാടക കിട്ടുക. നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ആണെന്നതിന് വാടക കിട്ടൂലല്ലോ, ശരിയല്ലേ? അതെ. അപ്പൊ എല്ലാത്തിന്റെ ഹാഫ് എടുക്കുക. പക്ഷെ എന്തിന്റെ ഹാഫ് എടുക്കരുത്? ARV ആനുവൽ റെന്റ് കാണുമ്പോൾ മാത്രം ഹാഫ് എടുക്കരുത്. അപ്പൊ മന്ത്ലി റെന്റ് 4,800 അല്ലേ. അപ്പൊ അതിന്റെ 12 ചെയ്യുമ്പോൾ 57,600 വരും. അപ്പൊ 42,500 ആണോ 57,600 ആണോ വലുത്? 57,600. അപ്പൊ അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി മുനിസിപ്പൽ ടാക്സ്, ആ വീടിന്റെ മൊത്തം ടാക്സ് അല്ലേ 4,000, അത് ഫുള്ള് കുറയ്ക്കണോ അവിടെ ലെറ്റ് ഔട്ടിന്? വേണ്ട. അതിന്റെ പകുതി 2,000 കുറയ്ക്കുക. അപ്പൊ ആനുവൽ വാല്യൂ കിട്ടി. ഇനി അതിന്റെ 30% കുറയ്ക്കുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ആ വീടിന്റെ മൊത്തം ലോൺ എടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് 16,000, അതും ഫുള്ള് കുറയ്ക്കണോ? വേണ്ട. വേണ്ട, അതിന്റെ 8,000 കുറയ്ക്കുക. അപ്പൊ ടോട്ടൽ ഇൻകം ഹൗസ് പ്രോപ്പർട്ടി 30,920. അത് വാടകയ്ക്ക് കൊടുത്തതിന്റെ മാത്രം. ഇനി സെൽഫ് ഓക്യുപ്പൈഡ് കണ്ടുപിടിച്ചു. സെൽഫ് ഓക്യുപ്പൈഡ് MRV FRV എഴുതണോ? വേണ്ട. ആനുവൽ വാല്യൂ ഇല്ല, 30% ആനുവൽ വാല്യൂല്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പകുതി അവിടെ എടുത്തു. ബാക്കി പകുതി എത്രയുണ്ട്? 16,000-ൽ 8,000 അവിടെ കുറച്ച്, ബാക്കി 8,000. അപ്പൊ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 8,000. സെറ്റായോ? അപ്പോ ഒരു വീടിന്റെ 2 ഭാഗമാണെങ്കിൽ ഒരു വീടിന്റെ ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുത്തു, ഒരു പോർഷൻ എന്താണെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സത്യാ? ക്ലിയർ? ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ചാപ്റ്റർ റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെന്റ് റിയലൈസ്ഡ്. അതായത് അൺറിയലൈസ്ഡ് റെന്റോ അരിയേഴ്സ് റെന്റോ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച സംഭവമില്ലേ? അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തിയറി ചോദിക്കാറുണ്ട് അൺറിയലൈസ്ഡ് റെന്റ് കേട്ടോ. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാല് റിയലൈസ് ചെയ്യാത്തത്. എന്താ റിയലൈസ് ചെയ്യാത്തത് പറഞ്ഞാൽ? അവരുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത, അവര് പോയി, സ്ഥലം മാറിപ്പോയി, പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഇതുവരെ നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, കുറച്ച് പൈസ. അതാണ് അൺറിയലൈസ്ഡ് റെന്റ്. അത് കിട്ടില്ല എന്ന് വിചാരിച്ച പൈസ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അവസാനം എല്ലാ ആൻസറും കണ്ടുപിടിച്ചിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ബാക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? അത് ഫുൾ എമൗണ്ട് ആഡ് ചെയ്യരുത്. കിട്ടിയ എമൗണ്ടിൽ നിന്ന് 30% കുറച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. അത്യാ? അതായത് അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച കഴിഞ്ഞ വർഷത്തെയോ അതിന് മുമ്പത്തെ വർഷത്തെയോ ഒക്കെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് ഈ വർഷം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ ആൻസറും കണ്ടുപിടിച്ചിട്ട് അവസാനം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരെ കണ്ടുപിടിച്ചിട്ട് ആ കിട്ടിയ എമൗണ്ട് ഇല്ലേ, കഴിഞ്ഞ വർഷം കിട്ടാനില്ല എന്ന് പറഞ്ഞ എമൗണ്ട് ഇപ്പൊ കിട്ടിയില്ലേ, ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. പക്ഷെ ഫുൾ എമൗണ്ടും കൂട്ടരുത്. അതിൽ നിന്ന് 30% കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൂട്ടണം. കാരണം നമ്മൾ അപ്പൊ അവിടെ 30% കുറച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം, കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കത് കിട്ടുമ്പോൾ 30% കുറച്ചിട്ട് ആഡ് ചെയ്യണം.
എത്തിയാ? ഓക്കെ. അതിന്റെ സെയിം ട്രീറ്റ്മെന്റ് ആണ് അരിയേഴ്സ് റെന്റ് റിയലൈസ് ചെയ്യുന്നത്. അരിയർ എന്ന് പറഞ്ഞ ഇത് ക്വസ്റ്റ്യനിൽ തരുമോ 30%? ഇല്ല 30% ക്വസ്റ്റ്യൻ തരില്ല. അത് അത് നമ്മുടെ മൈൻഡിൽ റൂളാണത്. അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് അതാണ് ഉദ്ദേശിക്കണേ. ഇനി അരിയേഴ്സ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുടിശ്ശിക. വാടകക്കാരുണ്ട്, പക്ഷെ അവര് കറക്റ്റ് വാടക അടയ്ക്കുന്നില്ല. അത് നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചത് കിട്ടി. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സെയിം ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യണം? അവസാനം 30% കുറച്ചിട്ട് ബാക്കിയുള്ളത് ആഡ് ചെയ്യണം. നോക്കിക്കോ, ഒരു ക്വസ്റ്റ്യൻ ആണ്. പലതവണ എസ് ചോദിച്ചിട്ടുണ്ട് 10 മാർക്കിന്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. MRV എത്ര? MRV 43,000. FRV 45. ഏതാ വലുത്? ഇനി സ്റ്റാൻഡേർഡ് റെന്റ് 50,000 ഉണ്ട്, ചെറുത് 45. അപ്പൊ ERV 45 ആണ്. ERV 45 സെറ്റ് അല്ലേ? സെറ്റാണോ? മന്ത്ലി റെന്റ് 4,000 ആണ്. പക്ഷെ അവസാനം പറയുന്നുണ്ട് ഒരു മാസം അത് വേക്കന്റ് ആയിരുന്നു. അപ്പൊ 4,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 48,000 വരും. പക്ഷെ ഒരു മാസം വേക്കന്റ് ആയിരുന്നില്ലേ? അപ്പൊ 4,000 ഇൻറ്റു 11 ചെയ്യുമ്പോൾ എത്ര വരിക? 44,000. നമുക്ക് ERV 45 അല്ലേ കിട്ടിയേക്കണേ? ERV 45 അല്ലേ? അതെ. ARV 44. അപ്പൊ ഏതാ GAV? 44 എടുത്ത്. 44. എന്തുകൊണ്ട്? 48 അല്ലേ? ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 48 അല്ലേ വരണം? വലുത് 48 അല്ലേ 45-നേക്കാൾ? പക്ഷെ വേക്കൻസി വന്ന കാരണമാണത് 44 പോയത്, കുറഞ്ഞു പോയത് അല്ലേ 45-നേക്കാൾ അല്ലേ? അങ്ങനെ കുറഞ്ഞു പോയാൽ ആ ചെറിയ എമൗണ്ട് തന്നെയാണ് GAV, ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി മുനിസിപ്പൽ ടാക്സ് ഉണ്ട്. എന്ത് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് അപ്പൊ ആനുവൽ വാല്യൂ. അപ്പൊ അൺറിയലൈസ് റെന്റ് ഇല്ല എന്ന് തോന്നുന്നു ഇതിനകത്ത്. മുനിസിപ്പൽ ടാക്സ് കുറച്ചപ്പോ ആനുവൽ വാല്യൂ കിട്ടി. ഇനി ആനുവൽ വാല്യൂന് എത്ര ശതമാനം കുറയ്ക്കണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഈ അൺറിയലൈസ് റെന്റ് ഈ വർഷത്തെ അല്ല കേട്ടോ മക്കളെ. അത് 2020-21 കിട്ടാതിരുന്ന അൺറിയലൈസ് റെന്റ് നമുക്ക് ഇപ്പൊ റിക്കവേർഡ് ആയതാ, കിട്ടിയതാണ് കേട്ടോ. അല്ലാതെ ഈ അൺറിയലൈസ്ഡ് കൊണ്ട് ഇവിടെ കുറയ്ക്കരുത്. അത് ഈ വർഷത്തെ അൺറിയലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത് മുമ്പ് കിട്ടാതിരുന്ന ഇപ്പൊ കിട്ടിയതാണ് 10,000 രൂപ കേട്ടോ. ക്ലിയർ? ഓക്കെ. അപ്പൊ ആനുവൽ വാല്യൂ കിട്ടി. ഇനി ആനുവൽ വാല്യൂന്ന് 30% കുറയ്ക്കുക, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്. എത്ര ഇൻട്രസ്റ്റ് ഓൺ ലോൺ? 14,000. അതും കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 13,790 കിട്ടി. അതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി. ഓക്കെ. ഇനി നിങ്ങൾ പറഞ്ഞോ, ഈ അൺറിയലൈസ് റെന്റ് ഒരു 10,000 രൂപ നമുക്കിപ്പോ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അരിയേഴ്സ് റെന്റ് ഉണ്ടായിരുന്നു 21, 22 4,000 കിട്ടാൻ, അതും റിക്കവർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? 30% കുറച്ചിട്ട് ബാക്കിയുള്ളത് എഴുതാം. അപ്പൊ 10,000-ന് 30% കുറച്ച് 3,000. അപ്പൊ 10,000-ൽ നിന്ന് 3,000 കുറച്ച് ബാക്കി 7,000 കൂട്ടുക. സെറ്റ് അല്ലേ? 7,000 കൂട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ? ഓക്കെ. ഇനി 4,000 രൂപയുടെ അരിയേഴ്സ് റെന്റ്, അതിന് 30%, 4 3 12, 1,200 രൂപ വരും. അപ്പൊ 4,000-ൽ നിന്നും 1,200 കുറച്ച് ബാക്കി 2,800 രൂപ കൂട്ടുക. ക്ലിയർ? സത്യോ? എല്ലാവർക്കും ഓക്കെ ആണോ? 30% കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൂട്ടാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞിട്ടുണ്ട്. സെറ്റ്. ചോദിച്ചോളൂ. സാർ, ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രൂപ്പില് 2 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ഈ ചാപ്റ്ററിന്. അതൊന്ന് പറഞ്ഞു തരാമോ? ജസ്റ്റ് ഒന്ന്. അതവിടെ നിൽക്കട്ടെ കേട്ടോ, എല്ലാം കഴിയട്ടെ കേട്ടോ, അല്ലെ പോർഷൻ തീരൂല. ഓക്കേടാ. അടുത്താണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. കാണുന്നുണ്ടോ സ്ക്രീൻ? ഉണ്ട്. ഓക്കെ. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട്. അതായത് ഈ അതർ സോഴ്സസിൽ വരുന്ന ഇൻകം ഏതൊക്കെയാണെന്നറിയോ? ഇൻട്രസ്റ്റ് വരും, ഡിവിഡൻഡ് വരും, ഗിഫ്റ്റ് ഫ്രം നോൺ റിലേറ്റീവ്സ്, വിന്നിംഗ് ഫ്രം ലോട്ടറി, വിന്നിംഗ് ഫ്രം ക്രോസ് വേർഡ് പസിൽ, വിന്നിംഗ് ഫ്രം ബെറ്റിംഗ്, വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ്, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്, റോയൽറ്റി, ഡയറക്ടേഴ്സ് ഫീസ്, ഓണറേറിയം, ഇൻകം ഫ്രം ഓൾറെഡി പറഞ്ഞാണ്. ഈ പറയുന്ന ഫാമിലി പെൻഷൻ ഇതൊക്കെ വന്നാൽ, അതുപോലെ അഗ്രികൾച്ചർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തുള്ള അഗ്രികൾച്ചർ ഇൻകം,
ഇതൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ എഴുതി കൂട്ടണം ഇൻകം ഫ്രം അതർ സോഴ്സിൽ. കത്തിയാ? കത്തി. അപ്പൊ എക്സാമിന് ഒന്നുകൂടെ ചിലപ്പോൾ പറയാമോ? ചോദിക്കും, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിനകത്ത് വരുന്ന ഇൻകം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് അറിഞ്ഞു വെക്കണം. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഇൻകം ഏതൊക്കെയാ? ഇൻട്രസ്റ്റ്, നമ്മൾ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഡിബഞ്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, നോൺ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റുകള്, ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന പൈസ, ക്രോസ് വേർഡ് പസിൽസ് വിൻ ചെയ്ത് കിട്ടുന്ന പൈസ, ബെറ്റിംഗ്, ഹോഴ്സ് റേസിൽ നിന്ന് കിട്ടുന്ന പൈസ, അതുപോലെ തന്നെ റോയൽറ്റി, ഡയറക്ടേഴ്സ് ഫീസ്, ഹോണറേറിയം. 5-6 പഠിച്ചു വെക്കുക. ചിലപ്പോൾ തിയറി ചോദിച്ചാൽ അറിയണല്ലോ. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. ക്ലിയർ ആയോ? ഇതൊക്കെ ഈ ഹെഡ് ഓഫ് ഇൻകത്തിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ചവർക്ക്? ക്ലിയർ ആയി. ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ട 2 സാധനങ്ങളുണ്ട്. അതായത് ഇൻട്രസ്റ്റ്, ഡിബഞ്ചറിന്റെയും അതുപോലെ ലോട്ടറി നോക്കാം കേട്ടോ. ലോട്ടറി അടിച്ചിട്ട് ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ച കയ്യിലോട്ട് എത്ര രൂപ കിട്ടും? 7 ലക്ഷം. 10 ലക്ഷം ആണെങ്കിൽ 7 ലക്ഷം, ശരിയല്ലേ? 30% എന്ത് പോവും? TDS പോവും, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. നോർമലി കേട്ടോ, ഈ കണ്ടീഷൻ പ്രകാരം. അപ്പൊ നമുക്ക് അതിലോട്ട് കിട്ടിയ എമൗണ്ട് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ എമൗണ്ട് അല്ല എഴുതേണ്ടത്, ഒറിജിനൽ എമൗണ്ട് ആണ് എഴുതേണ്ടത്. ലോട്ടറി അടിച്ച എമൗണ്ട്, നെറ്റ് എമൗണ്ട് അല്ല, ഗ്രോസ് എമൗണ്ട് ആണ് എഴുതേണ്ടത്. കത്തിയോ? എന്ത് എമൗണ്ട് എഴുതേണ്ടത്? ഗ്രോസ് എമൗണ്ട്. ഗ്രോസ് എമൗണ്ട്. എങ്ങനെ ഗ്രോസ് ഒരാൾക്ക് കണ്ടുപിടിക്കുക? ലോട്ടറി അടിച്ചിട്ട് 7 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ 10 ലക്ഷം എടുക്കണം. യെസ്. ഓക്കെ. അതായത് ഒറിജിനൽ എമൗണ്ട്, അത് ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പത്തെ എമൗണ്ട്, അത് വേണം നമ്മൾ എടുക്കാൻ. കത്തിയാ? കാരണം ഇയാളുടെ മൊത്തം ഇൻകം കണ്ടുപിടിച്ചിട്ടാണല്ലോ അതിൽ ടാക്സ് അടയ്ക്കുക. അപ്പൊ ആ കാൽക്കുലേഷൻ ഓൾറെഡി ആ ടാക്സ് പിന്നീട് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ സർ, ക്ലിയർ ആയി. അപ്പോൾ 7 ലക്ഷം രൂപ ഇൻറ്റു 100/70 ചെയ്യണം. അപ്പോൾ 10 ലക്ഷം കിട്ടും. അപ്പോൾ ഗ്രോസ് നെറ്റ് എമൗണ്ടാ തരുന്നതെങ്കിൽ ഗ്രോസ് എങ്ങനെ കാണാം? എമൗണ്ട് റിസീവ്ഡ് ഇൻറ്റു 100 എന്ത് ചെയ്യണം? 100/70 കാണാതെ പഠിച്ചോ. അപ്പൊ വിന്നിംഗ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നെറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഗ്രോസ് അപ്പ് ചെയ്യണം, ഗ്രോസിലോട്ട് എത്തിക്കണം. എങ്ങനെ ഗ്രോസ് കാണാ? തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു പറഞ്ഞേ 100/70. യെസ്, 100/70. ഇനി ഡിബഞ്ചറിന്റെ കേസ് ആണെങ്കിലോ, ഇത് ഹോഴ്സ് റേസ് ആണെങ്കിലും കാർഡ് ഗെയിംസ് ഒക്കെ ആണെങ്കിലും 100/70 തന്നെയാണ് കേട്ടോ. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ലോട്ടറി അടിച്ചു, വിന്നിംഗ് ഫ്രം ലോട്ടറി എന്ന് വെറുതെ പറഞ്ഞാൽ അത് നെറ്റ് എമൗണ്ട് അല്ല, ഗ്രോസ് എമൗണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ എടുത്ത് എഴുതിയാൽ മതി. വെറുതെ വിന്നിംഗ് ഫ്രം ലോട്ടറി കുറേ എമൗണ്ട് എന്നാൽ എന്ത് ചെയ്താൽ മതി? വെറുതെ എടുത്തിട്ട് കൂട്ടുക. മനസ്സിലായോ? ഇനി ബ്രാക്കറ്റിലെ നെറ്റ് എന്ന് പറഞ്ഞാലോ, തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു 100/70 ചെയ്യണം. എന്നിട്ട് ആ എമൗണ്ട് എടുത്ത് ചെയ്താൽ. ഇനി റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞാൽ ലോട്ടറി ലഭിച്ചതല്ലേ? ആ ലോട്ടറിന്ന് കയ്യിലോട്ട് കിട്ടിയ പൈസ. അപ്പൊ അതും നെറ്റ് ആണല്ലേ, അതിനെ ഗ്രോസ് ചെയ്യണം. കത്തിയാ? എപ്പോഴേക്ക് ഗ്രോസ് ചെയ്യേണ്ടപ്പോ? ബ്രാക്കറ്റിൽ നെറ്റ് എന്ന് പറയുകയോ റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്ന് പറയുകയോ ചെയ്താൽ എന്ത് ചെയ്യണം? 100/70 ചെയ്യണം. ക്ലിയർ? ഒരു ഡിബഞ്ചറിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഇതുപോലെ തന്നെ ടാക്സ് അടച്ചിട്ടായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുക. അത് 10% ടാക്സ് അടയ്ക്കണം. അതുകൊണ്ട് നമ്മൾ 100/70 അല്ല ചെയ്യേണ്ടത്. എത്ര ചെയ്യേണ്ടത്? 100/90. മനസ്സിലായോ? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഒക്കെ വരും, ടാക്സ് ഫ്രീ ഡിബഞ്ചർ. ഈ ഡിബഞ്ചറിനൊക്കെ നമ്മൾ ഈ ടാക്സ് അടച്ചിട്ടായിരിക്കും കയ്യിലോട്ട് പൈസ വരിക. മനസ്സിലായോ? അത് 10% ആയിരിക്കും ടാക്സ് അടയ്ക്കുക. കയ്യിലോട്ട് കിട്ടുന്നത് 90% ആയിരിക്കും. അപ്പൊ 100 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു 100/90 ചെയ്യണം. ഓക്കെ അല്ലേ? ഈ 2 കേസാണ് പഠിക്കാനുള്ളത്. പിന്നെ അഗ്രികൾച്ചർ ഇൻകം വന്ന് എടുക്കണ്ട, അറിയാലോ. ഇത് ഗിഫ്റ്റ് പഠിക്കണം മക്കളെ. ഗിഫ്റ്റ് കൂടി പറഞ്ഞുതരാം. അതായത് 50,000 രൂപയിൽ കൂടുതൽ എമൗണ്ട് ഗിഫ്റ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. 50,000 രൂപയിൽ കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണം? പക്ഷെ റിലേറ്റീവ് തന്ന ഗിഫ്റ്റ് ആണെങ്കിലോ അടയ്ക്കണ്ട. ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടിയത്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിലോ ടാക്സ് അടയ്ക്കണ്ട. ഒക്കേഷൻ ഓഫ് മാരേജ് ആണെങ്കിലോ, മാരേജ് ഒക്കേഷനിൽ കിട്ടിയ ഗിഫ്റ്റ് ആണെങ്കിലോ ടാക്സ് അടയ്ക്കണം.
അല്ലാത്ത കേസുകളിൽ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ തരുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ ഇപ്പൊ 2-3 ഫ്രണ്ട്സ് കൂടി ഒരു 20,000 രൂപ വെച്ച് തന്നു. 3 ഫ്രണ്ട്സ് കൂടി. അപ്പൊ എത്രയായി? 20,000 + 20,000 + 20,000 എത്രയായി? 60,000. അപ്പൊ ടാക്സ് അടയ്ക്കണ്ടേ? 50,000 എക്സീഡ് ചെയ്താൽ ഫുൾ എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം കേട്ടോ. ഒരാളൊരു 30,000 ഗിഫ്റ്റ് തന്നു, ടാക്സ് അടയ്ക്കണോ? വേണ്ട. കത്തിയാ? അപ്പൊ ഒരു സാറേ, വർഷം അതായത് ഇതിപ്പോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാ? ഒരു വർഷം നമുക്ക് എത്ര ആൾക്കാർ ഗിഫ്റ്റ് തന്നതാണോ, അതോ ഒരാൾ അറ്റ് എ ടൈമിൽ ഇത്ര തന്നതാണോ? എങ്ങനെയാ അതല്ല, ഒരു calculate ചെയ്യാ? വർഷത്തിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു വർഷത്തിൽ എന്ന ഡീറ്റെയിൽസ് ആയിരിക്കും തരിക. അപ്പോൾ ഒരു വർഷത്തിൽ പല പല ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് 50,000 രൂപയിൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് കാണിക്കണം. Okay. റിലേറ്റീവ് തന്ന ഗിഫ്റ്റ് ടാക്സ് അടയ്ക്കണം. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് അറിയാലോ? പാരന്റ്സ്, സ്പൗസ്, ബ്രദർ ആൻഡ് സിസ്റ്റർ, അറിയാലോ അത്. എന്ന് ഓർത്തിരിക്കുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിംഗ് ബാങ്ക് ഉണ്ട് എനിക്ക്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് ഞാൻ 3,500 രൂപ വരെ ടാക്സ് അടയ്ക്കണ്ട കേട്ടോ. എത്ര രൂപ വരെ? 3,500. ഓർത്ത് വെച്ചോളൂ. പിന്നെ റോയൽറ്റി റിസീവ്ഡ് ഡയറക്ട് കാണാണ്ട് പിടിക്കണ്ടേ? കാണാതെ പഠിക്കണം. 3,500. ഇനി റോയൽറ്റി റിസീവ്ഡ്, ഡയറക്ടേഴ്സ് ഫീസ് എന്നൊക്കെ പറയാം. വെറുതെ വേറെ വല്ല ഇൻകംസ് ഒക്കെ ക്വസ്റ്റിൽ വെറുതെ എടുത്ത് എഴുതുക. അതിനകത്ത് ബ്രാക്കറ്റിൽ വല്ല എക്സ്പെൻസ് ഒക്കെ പറഞ്ഞത് കുറച്ചിട്ട് എഴുതാം. സിമ്പിൾ ആണത്, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല അത്. പക്ഷെ അധികം ക്വസ്റ്റ്യൻസ് വരാറൊന്നുമില്ല ഇതിൽ നിന്ന്. നോക്കി ഒരു ക്വസ്റ്റ്യൻ നോക്കി. വിന്നിംഗ് ഫ്രം ലോട്ടറി എന്ത് ചെയ്യണം? വെറുതെ എടുത്ത് എഴുതിയാൽ പോരെ? 2 ലക്ഷം. ഞാൻ പറഞ്ഞു വെറുതെ വിന്നിംഗ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞാൽ അത് ഗ്രോസ് എമൗണ്ട് ആണ്. ശരിയല്ലേ? അല്ലേ? അപ്പൊ വെറുതെ എടുത്ത് എഴുതാം. ഇനി റിസീവ്ഡ് ഫ്രം ഹോഴ്സ് റേസ് എന്ന് പറഞ്ഞാലോ? എന്തെങ്കിലും ചെയ്യണോ? ഹോഴ്സ് റേസിൽ നിന്ന് കിട്ടിയ എമൗണ്ട് കയ്യിലോട്ട് കിട്ടുക, റിസീവ്ഡ്. അതെ, 100/70 ചെയ്യണ്ടേ? വെരി ഗുഡ്. എന്തുകൊണ്ടാണ് 100/70 ചെയ്തത്? ഈ ലോട്ടറി, ഹോഴ്സ് റേസ്, കാർഡ് ഗെയിംസ് ഒക്കെ 17 ആണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള കാരണം? റിസീവ്ഡ് ഫ്രം ലോട്ടറി ഇതിന്, ഹോഴ്സ് റേസിന് അത് നമുക്ക് കയ്യിൽ കിട്ടിയതല്ലേ? റിസീവ്ഡ് എന്ന് പറഞ്ഞായിരുന്നു. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കയ്യിലോട്ട് കിട്ടിയതാ. അപ്പോൾ ഗ്രോസ് കണ്ടുപിടിക്കണം. അപ്പൊ 49,000 × 100/70 ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ 70,000 കിട്ടും. സെറ്റ് അല്ലേ? അതെ അതെ. ഇനി ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം എ ഫ്രണ്ട് ഉണ്ട്, എൽഡർ ബ്രദർ ഉണ്ട്, ഒക്കേഷൻ ഓഫ് മാരേജ് ഉണ്ട്, NRI ഫ്രണ്ട് ഉണ്ട്. എൽഡർ ബ്രദർ എടുക്കണോ? വേണ്ട. വേണ്ട. കാരണം റിലേറ്റീവ് ആണ്. ഒക്കേഷൻ ഓഫ് മാരേജോ? എടുക്കണ്ട. വേണ്ട. അതും ടാക്സ് അടയ്ക്കണ്ട. പക്ഷെ 2 ഫ്രണ്ട് തന്നിട്ടുണ്ട്. ഒരു ഫ്രണ്ട് 30,000, ഒരു NRI ഫ്രണ്ട് 40,000. അപ്പൊ എത്രയായി? 30 + 40 70,000 ടാക്സ് അടയ്ക്കണ്ടേ? വേണം. വേണം. അപ്പൊ അതെടുത്ത് ചെയ്താൽ ടോട്ടൽ ചെയ്യുക. അതാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ക്ലിയർ? Clear. അടുത്ത ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക വീട്ടിലിരുന്നിട്ട് കേട്ടോ. സെയിം തന്നെ ടൈപ്പ്. റിസീവ്ഡ് ഫ്രം ഹോഴ്സ് റേസ് എന്ത് ചെയ്യണം? 35,000. 100/70 ചെയ്യണം. യെസ്, വെരി ഗുഡ്. 100/70 ഇവിടെ ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് അത്രയേ ഉള്ളൂ. അതൊരു തിയറി പഠിക്കാണ്ട് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ കേട്ടോ. തിയറി ഞാൻ തരാം നിങ്ങൾക്ക്. അഗ്രികൾച്ചർ ഇൻകം പറഞ്ഞിട്ടില്ലല്ലോ? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. പറഞ്ഞാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ബിസിനസ് ഇൻകം ആണ്. അപ്പൊ അതർ സോഴ്സ് കഴിഞ്ഞു, ബിസിനസ് ഇൻകം. അതിന് മുമ്പ് ക്യാപിറ്റൽ ഗെയിൻ പറയാം, എന്നിട്ട് ബിസിനസ് ഇൻകം പറയാം. യെസ്, ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞിട്ടില്ലല്ലോ? ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ഇല്ല. അപ്പൊ ക്യാപിറ്റൽ ഗെയിന് മുമ്പ് എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പഠിക്കുക. അതായത് അസറ്റ് വിറ്റ് കിട്ടിയ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. അപ്പൊ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ അതിൽ പെടും? ഇനി പ്രോപ്പർട്ടി അല്ലെ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ ബന്ധപ്പെടാത്തതോ ആയിട്ടുള്ള ഒരാളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, ലാൻഡ് ആവാം, ബിൽഡിംഗ് ആകാം, വീടാകാം, എന്ത് വേണമെങ്കിലും ആവാം. ഇതൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആണ്. എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. ഈ ക്യാപിറ്റൽ അസറ്റിൽ പെടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഏതൊക്കെയാ? സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതുപോലെ തന്നെ ജുവലറി. മനസ്സിലായോ? ഇതൊക്കെ പറയാം. പക്ഷെ ജുവലറി ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഒക്കെ ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് ക്യാപിറ്റൽ അസറ്റ്? 2 മാർക്കിന് ചോദിച്ചാൽ എന്ത് പറയും? എനി പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ആരാണ്? അസസി. മനസ്സിലായോ? യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ നോട്ട്. മനസ്സിലായില്ലേ? ഒരു അസസി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതൊരു പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്ലിയർ ആയോ? ഒരു അസസിന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്ലിയർ? യെസ്. ഈ ക്യാപിറ്റൽ അസറ്റിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. ക്യാപിറ്റൽ അസറ്റ് എത്രയായി തരംതിരിക്കാം? 2ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്.
ലോങ് ഷോർട്ട് ടേം ടേം ക്യാപിറ്റൽ ക്യാപിറ്റൽ അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാല് 12 മാസത്തിൽ കൂടുതൽ. ഓർത്ത് വെച്ചോ, ഒരാളുടെ കയ്യില് ഒരു അസറ്റ് എങ്ങനെ 12 മാസം, അതെന്താണെങ്കിലും ഷെയറുകളൊക്കെ ആണെങ്കിൽ കേട്ടോ, ഷെയർ അല്ലാത്ത ലാൻഡോ അതുപോലെ ബിൽഡിങ്ങോ പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ 24 മാസത്തിനേക്കാൾ കൂടുതൽ കയ്യിൽ വെക്കാത്ത, മനസ്സിലായോ? 24 മാസത്തിൽ താഴെ കയ്യിൽ വെക്കുന്ന അസറ്റാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. 24 മാസത്തിനേക്കാൾ കൂടുതൽ കയ്യിൽ വെച്ചാലോ അതെന്തായി? ലോങ് ടേം. ലോങ് ടേം ആയി. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ കഴിഞ്ഞ വർഷം ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചു, ലാൻഡ്. ഈ വർഷം ഞാനത് വിറ്റു. അത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ഷോർട്ട് ടേം ഷോർട്ട് ടേം. കാരണം എന്തുകൊണ്ടാ? വെറും 12 മാസമല്ലേ ആയിട്ടുള്ളൂ. 24 മാസത്തിനുള്ളിൽ വിറ്റാൽ അത് ഷോർട്ട് ടേം ആയി. 24 മാസത്തിൽ കൂടുതൽ കയ്യിൽ വെച്ചിട്ട് വിറ്റാലോ ലോങ് ടേം. ലോങ് ടേം. സത്യ. ഷെയറിന്റെ കാര്യത്തിലാണെങ്കിൽ ഷെയർ, പ്രിഫറൻസ് ഷെയർ, സീറോ കൂപ്പൺ ബോണ്ടൊക്കെ ആണെങ്കിൽ അത് 12 മാസമേ ഉള്ളൂ കേട്ടോ. 12 മാസത്തിൽ കുറവാ കയ്യിൽ വെക്കണമെങ്കിൽ ഷോർട്ട് ടേം, അതിൽ കൂടുതലാണെങ്കിൽ ലോങ് ടേം. ക്ലിയർ അല്ലേ? ഓക്കെ. എന്താണ് STCG, എന്താണ് LTCG? STCG എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് അർത്ഥം. LTCG എന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ, എന്ത് വിറ്റ് കിട്ടിയാൽ? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ അതിനെന്താ വിളിക്കുക? എനി ഗെയിൻ അറൈസിങ് ഫ്രം ദ സെയിൽ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ഗെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അസറ്റ് വിറ്റിട്ട് നമുക്ക് ലാഭം കിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ 10 സെന്റ് സ്ഥലം മേടിച്ചു, അത് ഞാൻ ഈ വർഷം വിറ്റു, അപ്പൊ എനിക്കൊരു 2 ലക്ഷം രൂപ ലാഭം കിട്ടി. അപ്പൊ അതിനെന്താ വിളിക്കുക? ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ദാറ്റ് ഈസ് STCG, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇനി ഒരു 10 വർഷം മുമ്പ്, അല്ല ഒരു 8 വർഷം മുമ്പ് വാങ്ങിയ ലാൻഡ് ഞാൻ ഇപ്പൊ വിറ്റു, അപ്പൊ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ലോങ് ടേം. അപ്പൊ അങ്ങനെ എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആയോ? LTCG സെറ്റ് ആണോ? അപ്പൊ STCG LTCG ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ചോദിക്കും. എന്ത് പറയും നിങ്ങൾ? ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് ചോദിച്ചാൽ എനി ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എഴുതിയാൽ മതി. ഷോർട്ട് ടേം ലോങ് ടേം എഴുതണ്ട. ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ഗെയിൻ ആണ് ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ? ഓക്കെ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞോട്ടെ? റെഡിയാണോ? എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ വർഷം ഞാനൊരു 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ ലാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എത്ര രൂപയ്ക്കാണ് ലാൻഡ് മേടിച്ചത്? 20 ലക്ഷം. ഈ വർഷം ഞാൻ എന്ത് ചെയ്തു? ഒരു 30 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പൊ എനിക്കൊരു ബ്രോക്കർ ഉണ്ടായിരുന്നേ, പുള്ളിക്കാരൻ എനിക്ക് 1 ലക്ഷം രൂപ ബ്രോക്കറേജ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ എന്റെ കയ്യിലോട്ട് കിട്ടിയത് എത്രയാ? 30 ലക്ഷത്തിന് വിറ്റു, 1 ലക്ഷം രൂപ ബ്രോക്കറിന് കൊടുത്തു. അസറ്റ് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയത് 20 ലക്ഷത്തിന്. ഓക്കെ, പറഞ്ഞോ. അപ്പൊ സെയിൽസ് കൺസിഡറേഷൻ എത്ര? വിറ്റത് എത്ര രൂപയ്ക്കാ? 30 ലക്ഷം. 30 ലക്ഷത്തിന് വിറ്റു. 1 ലക്ഷം, അപ്പൊ 29 ലക്ഷം കിട്ടി. ലെസ് എക്സ്പെൻസുകൾ എത്രയാ? ബ്രോക്കറേജ് ഒക്കെ എത്രയാ? 1 lakh. ബ്രോക്കറേജ് 1 lakh. അപ്പൊ 30 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കുറച്ചാൽ 29 ലക്ഷം. അതാണ് നെറ്റ് കൺസിഡറേഷൻ. ക്ലിയർ ആയോ? നെറ്റ് കൺസിഡറേഷൻ ക്ലിയർ ആയോ? Okay. അത് വാങ്ങിയ വില, വാങ്ങിയത് പർച്ചേസ് പ്രൈസ്, കോസ്റ്റ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാ? 20 ലക്ഷം. 20 ലക്ഷം. അപ്പൊ 29 ലക്ഷത്തിൽ നിന്ന് എനിക്ക് ചെലവായി 20 ലക്ഷം കുറച്ച് ബാക്കി 9 ലക്ഷമാണ് എന്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ. ഇനി ഞാൻ കഴിഞ്ഞ വർഷം ഒരു 50 ലക്ഷത്തിന് രൂപയ്ക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, വീട്. എത്ര രൂപയ്ക്കാണ് മേടിച്ചേ കഴിഞ്ഞ വർഷം? 50 ലക്ഷം. അതിൽ ഞാൻ എക്സ്ട്രാ ഒരു റൂം എടുത്തു, അതിന് എനിക്കൊരു 5 ലക്ഷം രൂപ ചെലവായി. ഓക്കെ അല്ലേ? കഴിഞ്ഞ വർഷം എത്ര രൂപയ്ക്കാണ് വീട് മേടിച്ചത്? 50 ലക്ഷം. ഒരു എക്സ്ട്രാ റൂം എടുത്തു ഞാൻ, അതിന് എത്ര ചെലവായി? 5 ലക്ഷം. അതിനെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയും. ഇംപ്രൂവ്മെന്റ് ചെയ്തപ്പോൾ വന്ന ചെലവ് കേട്ടോ. യെസ്. എന്ന് ഞാൻ ഒരു 70 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ബ്രോക്കർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ 2 ലക്ഷം കൊടുത്തു. അപ്പൊ എങ്ങനെ കാണാം? സെയിൽസ് കൺസിഡറേഷൻ 70 ലക്ഷം ലെസ് ബ്രോക്കറേജ് എത്രയാ? 2 ലക്ഷം. അപ്പൊ നെറ്റ് കൺസിഡറേഷൻ എത്ര കിട്ടി? 68 ലക്ഷം. ഓക്കെ അല്ലേ? അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്ര? വാങ്ങിയത് എത്ര രൂപയ്ക്കാ വീട്?
80 ലക്ഷം. 50 ലക്ഷം. 50 അല്ലേ? 50. ആ. ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എത്രയാ? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നോ? വീട്ടിൽ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ പണികളൊക്കെ ചെയ്തിട്ടുണ്ടോ? 5 ലക്ഷം. 5 ലക്ഷം. അപ്പൊ 55 ലക്ഷം കുറയ്ക്കുക 68 മനസ്സിലായോ? അപ്പൊ 13 ലക്ഷം. അതാണ് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ? സെറ്റാണോ? ഓക്കെ. അതാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കി, റിജാസ് പർച്ചേസ് റെസിഡൻഷ്യൽ ഹൗസ് മേടിച്ചിട്ടുണ്ട് 12,50,000 രൂപയ്ക്ക്. 2 റൂം കൺസ്ട്രക്ട് ചെയ്തു. ഒരു 4,75,000 ചെലവായിട്ടുണ്ട്. എന്നിട്ട് ആ വീട് 20 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പൊ സെയിൽസ് കൺസിഡറേഷൻ എത്രയാ? അതിൽ 5% ബ്രോക്കറേജ് ഉണ്ട്. അപ്പൊ 20 ലക്ഷത്തിൽ 5% 2 10 ഒരു 1 ലക്ഷം രൂപ വരും അല്ലെ? പറഞ്ഞോ, സെയിൽസ് കൺസിഡറേഷൻ എത്രയാ? 20 ലക്ഷം. 20 ലക്ഷം. ലെസ് ബ്രോക്കറേജ് 5% എന്നുവെച്ചാൽ 1 ലക്ഷം. 1 ലക്ഷം കുറച്ച്. അപ്പൊ 19 ലക്ഷം നെറ്റ് കൺസിഡറേഷൻ. ഇനി വാങ്ങിയത് എത്ര രൂപയ്ക്കായിരുന്നു ഈ വീട്? 12,50,000. അത് കുറയ്ക്കുക. ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? ഈ വീട്ടിൽ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ പണികളൊക്കെ ചെയ്തിട്ടുണ്ടോ? അതെ 4.75. 4,75. അപ്പോൾ മൊത്തം എനിക്ക് 17,25 വന്നിട്ടുണ്ട്. 12,50,000 വീട് വാങ്ങാൻ, 2 റൂം പണിയാനായിട്ട് 4,70,75. ടോട്ടൽ അപ്പോൾ 17,25,000 ചെലവായിട്ടുണ്ട്. അപ്പോൾ 19 ലക്ഷത്തിൽ നിന്ന് 17,25,000 കുറച്ച് ബാക്കി 1,70,75,000 ആണ് എൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ? സെറ്റാണോ? സെറ്റ്. ഓക്കെ. അടുത്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇതുപോലെ തന്നെ സെയിൽസ് കൺസിഡറേഷൻ എഴുതുക. അതുപോലെ തന്നെ ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ കിട്ടും. പക്ഷെ ഇവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? വാങ്ങിയ വില എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ 10 വർഷം മുമ്പ് ഞാനൊരു 20 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ 10 ലക്ഷം ആണോ ഇന്നത്തെ വില? ഇന്നത്തെ 10 ലക്ഷം ആണോ? അല്ല. അന്നത്തെ 20 ലക്ഷം ആണോ ഇന്നത്തെ 20 ലക്ഷം? സെയിം ആണോ? അല്ല. അന്നത്തെ 20 ലക്ഷത്തിന് ചിലപ്പോൾ ഇന്നത്തെ ഒരു 35 ലക്ഷത്തിന്റെ മൂല്യം ഉണ്ടാവും. ശരിയല്ലേ? യെസ്. അപ്പൊ അന്നത്തെ വില ഇന്നത്തെ എത്രയാന്ന് കണ്ടുപിടിക്കണം. എന്നിട്ടേ കുറയ്ക്കാവൂ. കത്തിയാ? അതിനെ നമ്മള് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയും. ഇൻഡെക്സേഷൻ കാണണം. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ വാല്യൂ ഇന്നത്തെ എത്രയാന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു ടേബിൾ ഉണ്ട്. ടേബിളിലെ വാല്യൂ വെച്ചാണ് ചെയ്യുക. അപ്പൊ നമ്മള് വിറ്റ വർഷത്തെ CI എന്ന് പറയും, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. കണ്ടോ? ടേബിൾ കണ്ടോ? ടേബിൾ നമ്മൾ കാണാതെ പഠിക്കണം സാറേ? വേണ്ട. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, വാല്യൂസ് തരും. ലേറ്റസ്റ്റ് പഠിച്ചോളൂ. 2024-25 നമ്മുടെ പ്രീവിയസ് ഇയർ. അതിന്റെ CI 363. പഠിക്കാൻ എളുപ്പമാണ്. 363 ആണ്. 363 കേട്ടോ. 369 ആണ് എളുപ്പമായിരുന്നു അല്ലേ? അതില്ല, 2 സൈഡിൽ 3 ഓർത്തിച്ചാ പോരെ. യെസ്. 2001-2 സ്റ്റാർട്ട് ചെയ്യുന്ന 100-ലാണ് കേട്ടോ. യെസ്. അപ്പൊ അത് എങ്ങനെ കാണാന്ന് അറിയാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു 2005-6 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? 5-6. ഇപ്പോഴത്തെ 10 ലക്ഷം എത്രയാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 10 ലക്ഷം ഇൻറ്റു 363/2000 എന്നല്ല വായിച്ചേ? 2017. 2005-6 എത്രയാന്ന് നോക്കി. CI 117. അപ്പൊ 10 ലക്ഷം ഇൻറ്റു 363/117 ചെയ്യാം. എപ്പോഴും മുകളിൽ 363 വരും. വിറ്റ വർഷത്തെ CI വരും. വിറ്റ വർഷത്തെ. ഈ വർഷമല്ലേ ഞാൻ വിൽക്കണ വീട്? കത്തിയാ? ലേറ്റസ്റ്റ് കണക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലേറ്റസ്റ്റ് അല്ല പഴയ വർഷത്തേക്ക് തരുന്നെങ്കിൽ ഇയർ ഉണ്ടാവില്ല ക്വസ്റ്റിൽ വിറ്റത്. 2025-26 എടുക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ അതന്നെ. അപ്പൊ അത് നോക്കിയിട്ട് എന്താ വിൽക്കണ ഇയർ മേലെ. യെസ്, വിൽക്കുന്ന വർഷമാണ് മേളിൽ വരിക. അടിയിൽ വാങ്ങിയത്. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. യെസ്, കാണുന്നുണ്ടോ ക്വസ്റ്റ്യൻ? അതുപോലെ ഇംപ്രൂവ്മെന്റും ഇൻഡെക്സേഷൻ കാണാം. നോക്കിക്കോ. സാന്ദ്ര സോൾഡ് എ ഹൗസ് ഇൻ ജൂൺ 2025. കണ്ടോ? 2025 സാന്ദ്ര വീട് വിറ്റു 28,10,000 രൂപയ്ക്ക്. ബ്രോക്കറേജ് കമ്മീഷൻ ഉണ്ടായിരുന്നു 20,000 രൂപ. അപ്പൊ 28,10,000 എന്ത് ചെയ്യണം? കമ്മീഷൻ എന്ത് ചെയ്യണം? ബ്രോക്കറേജ് കുറയ്ക്കണം. അപ്പൊ നെറ്റ് കൺസിഡറേഷൻ കിട്ടും 27,90,000. ഇനി ഈ വീട് അദ്ദേഹം മേടിച്ച എന്നാ? ഷീ ഹാഡ് അക്വേർഡ് ദ ഹൗസിംഗ് എന്നാ മേടിച്ചേക്കണ ഈ വീട്? 2004-5 എത്ര രൂപയ്ക്ക്? 5,40,000. അപ്പൊ അന്നത്തെ 5,40,000 ഇന്നത്തെ എങ്ങനെയാ കണ്ടുപിടിക്കുക? 5,40,000 ഇൻറ്റു
363 ബൈ 2004-5 CII എത്ര? 2004-5 CII എത്രയും നോക്കി? 113. 113 ചെയ്യും. മനസ്സിലായോ? അപ്പൊ 363 ബൈ 113 ചെയ്യാം. അപ്പൊ നമുക്ക് 17,34,690 വരും. കത്തിയാ? അത് കുറയ്ക്കണം. ക്ലിയർ? കൊടുത്തിട്ടില്ലല്ലോ. അത് തരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും നിങ്ങൾക്ക് കേട്ടോ. CII തരും, 113 തരും. അല്ല സാർ, അപ്പൊ ഇതിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ലേ? അല്ല, അടുത്തുണ്ട്. ഷീ സ്പെൻഡ് 2,50,000 ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ 2009-10. 2009-10 2.5 ലക്ഷം രൂപ ഇംപ്രൂവ്മെന്റ് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അപ്പൊ 2.5 ലക്ഷം ഇൻറ്റു 363 ബൈ 2009-10 CII എത്രയാ? 2009-10 CII 148. ശരിയല്ലേ? അപ്പൊ 148 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതങ്ങനെ കുറയ്ക്കുക. എന്ത് സിമ്പിളാ നോക്കിക്കേ. ഇപ്പൊ 2.5 ലക്ഷം എന്നാണ് വരും. അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് 3.5 എടുത്തേക്കുന്നത്. 2.5 ലക്ഷം ഇൻറ്റു 363 ബൈ 148. അപ്പൊ നമുക്ക് ആ വാല്യൂ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ക്ലിയർ ആയോ? അത് രണ്ടും കൂടി കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ LTCG, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. എല്ലാവർക്കും ക്ലിയർ ആയോ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇത് 2001 മുമ്പ് എങ്ങാനും വാങ്ങിയതാണെങ്കിൽ എന്ത് ചെയ്യണം? 2001 മുമ്പ് എങ്ങാനാണെങ്കിൽ എന്ത് ചെയ്യണം? 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യൻ തരും. എന്താണ്? 2001 തുടങ്ങണേത്. ശരിയല്ലേ? 2001 ടേബിൾ തുടങ്ങണേ. 2001 മുമ്പ് എങ്ങാനും വാങ്ങിയ വീടാണെങ്കിലോ 2001 എടുക്കുക. 2001 മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യൻ തരും. FMV, ഫെയർ മാർക്കറ്റ് വാല്യൂ. അപ്പൊ ആ എമൗണ്ട് ഇൻറ്റു 363 ബൈ 100 ചെയ്യണം. 100 ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2001. ഓക്കെ. 2001 മുമ്പെങ്ങാനും വാങ്ങിയ വീടാണെങ്കിൽ 2001 മുമ്പെങ്ങാനും മുമ്പ് വാങ്ങിയ വീടാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ സാറേ? അല്ല, വരില്ല. വന്നാൽ അറിയണല്ലോ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. അടുത്ത ബിസിനസ് ഇൻകം. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഷോർട്ട് ടേമും ലോങ് ടേമും ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്താണ് കാൽക്കുലേഷൻ ഓഫ് ബിസിനസ് ഇൻകം. ഓക്കെ, ബിസിനസ് ഇൻകം. ബിസിനസ് ഇൻകം കൂടി ഞാനിന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ സാലറി അല്ലേ ഉള്ളത്. സാലറി നിങ്ങൾക്ക് നാളെ മോർണിംഗിൽ വെച്ചോട്ടെ. ഞാൻ ഒരു 9 മണിക്ക്. സൺഡേ അല്ലേ നാളെ? ഫ്രീ അല്ലേ? കേട്ടില്ല. സാർ, ഇത് കഴിഞ്ഞ ക്യാപിറ്റൽ ഗെയിനില് അവസാനത്തെ 1-2 കൂടിയില്ലേ? ആ NHA എന്ന് പറയുന്ന സംഭവമൊക്കെ അതൊക്കെ ഡിഡക്ഷൻ ആണ്, തിയറി. അത് ഡിഡക്ഷൻ ആണ്. അപ്പൊ അത് ഈ അവസാനം LTCG കഴിഞ്ഞിട്ട് മീൻസ് ലോങ് ടേം ക്യാപിറ്റൽ അവസാനം നമുക്ക് കിട്ടുമല്ലോ. അതിന്റെ താഴെ അത് ലെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഡക്ഷൻ ആണ്, തിയറിയാണ്. അത് പഠിച്ചാലേ അത് കുറയ്ക്കാൻ പറ്റും. വെറുതെ കുറച്ച് വെച്ചാൽ ഡിഡക്ഷൻ ആണ് കേട്ടോ, തിയറിയാണ്. ഓക്കെ. ചോദിച്ചോ, എന്താണ് ചോദിച്ചത്? നാളത്തെ 9 മണിക്ക് പറ്റുമോ? ഓക്കെ അല്ലേ? സാലറി ഇപ്പൊ നാളെ 9 മണിക്ക്. ഓക്കെ. ഇനിയിപ്പോ അത് പറ്റില്ല എങ്കിൽ തിങ്കളാഴ്ച വൈകിട്ടേ പറ്റില്ല. ചൊവ്വാഴ്ച അല്ലേ ഇൻകം ടാക്സ് വരുന്നത് ബികോമിന്? കേട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് മതിയോ? നാളെ മോർണിംഗ് വേണ്ട? തിങ്കളാഴ്ച ആകുമ്പോ സാറേ ആകെ ഹരിപരാകും. നമുക്ക് നാളെ തിങ്കളാഴ്ച എന്താ പറയുക, നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത് കൂടി വെക്കുമ്പോ സമയം വേസ്റ്റ് ആവില്ലേ? ഓക്കെ, ശരി. അപ്പൊ കാൽക്കുലേഷൻ ഓഫ് ബിസിനസ് ഇൻകം. ആണ്. ഓക്കെ. ബിസിനസ് ഇൻകം എന്താ? ഷെയർ ചെയ്തത്. ബിസിനസ് ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം എടുത്ത് എഴുതണം. എന്തെടുത്ത് എഴുതണം? നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതുക. ഓക്കെ അല്ലേ? എന്നിട്ട് ആ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ഡിസ്അലൗഡ് എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്യണം. ഡിസ്അലൗഡ് ഇൻകംസ് ലെസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ പറയും, എന്താണ് ഡിസ്അലൗഡ് എക്സ്പെൻസ്? ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഡിസ്അലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഡിസ്അലൗഡ് ഇൻകം അറിയില്ല. അത് ഞാൻ തരാം. ഡിസ്അലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയാ? ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, GST, പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി,
പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പേഴ്സണൽ എക്സ്പെൻസ്, പേയ്മെന്റ് ഇൻ, ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ മതി. പേയ്മെന്റ്സ് ഇൻ ക്യാഷ് എക്സീഡിങ് 10,000 പെർ ഡേ. ഒരു ദിവസം 10,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്താൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം. ഡൊണേഷൻ, ചാരിറ്റി, ഇതൊക്കെ എപ്പോഴും വരുന്ന സാധനം. ഡൊണേഷൻ, ചാരിറ്റി ഒക്കെ ഇതൊക്കെ വന്നാൽ ഡിസലൗഡ് എക്സ്പെൻസ് ആണ് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആഡ് ചെയ്യണം. അഡ്വർടൈസ്മെന്റ് ഇൻ ദ സോവനീർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. എക്സസ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷന്റെ എക്സസ് ഉണ്ടെങ്കിൽ, അതായത് 2 ഡിപ്രീസിയേഷൻ തരും, അപ്പൊ കൂടി ഡിഫറൻസ് എടുത്തിട്ട് അത് ആഡ് ചെയ്യണം. അപ്പൊ ഡിസലൗഡ് എക്സ്പെൻസുകൾ കിട്ടിയോ? ഒരു ഐഡിയ കിട്ടിയോ? ഏതൊക്കെ ഡിസലൗഡ് എക്സ്പെൻസ് കിട്ടിയോ? ഏറ്റവും ലാസ്റ്റ് പറയൂ. കേട്ടില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു നമ്പർ അല്ലേ പറയൂ. ഇൻകം ടാക്സ് അതല്ലേ? അതല്ല, അതിന് പിന്നെ എന്തോ കൂടി കഴിഞ്ഞാൽ അത് എക്സസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എണ്ണം തരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടാവും, അഡ്ജസ്റ്റ്മെന്റ് തരും. അപ്പൊ ആ ഡിഫറൻസ് എടുത്തിട്ട് ആഡ് ചെയ്യണം. അതാണ് എക്സസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഡിസലൗഡ് എക്സ്പെൻസ് ഒക്കെ ആഡ് ചെയ്യണം. ഡിസലൗഡ് ഇൻകം ഒക്കെ ലെസ് ചെയ്യണം. ഡിസലൗഡ് ഇൻകം എത്രയേ ഉള്ളൂ? ആകെ ഒരു 9 എണ്ണേ ഉള്ളൂ കേട്ടോ. ഏതൊക്കെയാ ഡിസലൗഡ് ഇൻകം? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ഡിവിഡൻഡ്, റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് അസറ്റ് വിറ്റ് കിട്ടിയ പ്രോഫിറ്റ്, ഇൻകം ടാക്സ് റീഫണ്ട്, ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സ്, അഗ്രികൾച്ചർ ഇൻകം, ബാഡപ്സ് റിട്ടേൺ ഓഫ്. ബാഡപ്സ് റിട്ടേൺ ഓഫ് റിക്കവേർഡ് എന്ന് പറയുന്നത് കിട്ടാക്കട നമ്മൾ എഴുതി തള്ളിയതാണ്, പക്ഷെ അത് റിക്കവർ ആയി എന്ന് പറഞ്ഞാൽ കിട്ടി, അപ്പൊ ഇൻകം അല്ലേ. പക്ഷെ ബാഡപ്സ് വേർ നോട്ട് അലൗഡ്. മുൻപ് നമ്മൾ അലൗ ചെയ്യാത്തതാണെങ്കിലാണ് അത് ഡിസലൗഡ് ഇൻകം ആവുള്ളൂ കേട്ടോ. അലൗ ചെയ്യാത്തതാണെങ്കിൽ, മനസ്സിലായി? വേർ നോട്ട് അലൗഡ് ഏർലിയർ ആയിരിക്കണം. എന്തായിരിക്കണം? നോട്ട് അലൗഡ് ഏർലിയർ ആയിരിക്കണം. വെറുതെ ബാഡപ്സ് റിട്ടേൺ ഓഫ് റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ എടുക്കരുത്. നോട്ട് അലൗഡ് ഏർലിയർ പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ എടുക്കാവൂ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ സ്ക്രീൻ? കാണുന്നുണ്ട്. നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ കുറച്ച് ആയിട്ടുണ്ട്. സാലറി, ഇൻകം ടാക്സ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഓഫീസ് എക്സ്പെൻസ്, ഓഡിറ്റ് ഫീസ്, ഡൊണേഷൻ, ബാഡപ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, റെന്റ്, ഡിപ്രീസിയേഷൻ, ജനറൽ എക്സ്പെൻസ്, നെറ്റ് പ്രോഫിറ്റ്. ക്രെഡിറ്റിൽ ഗ്രോസ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ഡിവിഡൻഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, ബാഡപ്സ് റിക്കവേർഡ്. അപ്പൊ ആദ്യം നമ്മൾ എന്തെടുത്ത് എഴുതണേ? നെറ്റ് പ്രോഫിറ്റ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ് എത്രയാ ക്വസ്റ്റ്യനില്? നെറ്റ് പ്രോഫിറ്റ് ആണ് കേട്ടോ, ഗ്രോസ് പ്രോഫിറ്റ് അല്ല. സോ നെറ്റ് പ്രോഫിറ്റ് എത്രയാ ക്വസ്റ്റ്യനില്? 2,50,900 എടുത്ത് എഴുതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ആഡ് ഡിസലൗഡ് എക്സ്പെൻസ്. അതിന് മുമ്പ് അഡ്ജസ്റ്റ്മെന്റ് കൂടി നോക്കാം. ബാഡപ്സ് റിക്കവേർഡ് ഈസ് ഓൺ ബാഡപ്റ്റ് അലൗഡ് ഏർലിയർ. ഈ ബാഡപ്റ്റ് റിക്കവേർഡ് എന്നിട്ടിലേക്ക് ഡിസൈഡില് അത് അലൗഡ് ഏർലിയർ ആണ്, നോട്ട് അലൗഡ് ഏർലിയർ അല്ലാന്ന്. മുമ്പേ അലൗ ചെയ്ത ഇൻകം ആണ്. അപ്പൊ നമ്മളത് എടുക്കണ്ട. കാരണം നോട്ട് അലൗഡ് ഏർലിയർ ആണെങ്കിൽ അല്ലേ നമുക്കതൊരു ഇൻകം ആവുള്ളൂ, ഡിസലൗഡ് ഇൻകം ആവുള്ളൂ. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ആ ബാഡപ്റ്റ് റിക്കവേർഡ് എടുക്കരുത്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതി ഡിസലൗഡ് എക്സ്പെൻസ് ഏതൊക്കെ അതായത് ടിക്കറ്റ് വയ്ക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ. അപ്പൊ സാലറി ഡിസലൗഡ് എക്സ്പെൻസ് ആണോ? സാലറി അല്ല. ഇൻകം ടാക്സ് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഡിസലൗഡ് എക്സ്പെൻസ്. അത് എങ്ങനെ മനസ്സിലാവുന്ന അറിയോ? ഡിസലൗഡ് എക്സ്പെൻസ് ഞാൻ തന്നിട്ടില്ലേ ലിസ്റ്റ്, അത് പഠിക്കണം. കണ്ടോ? ഇൻകം ടാക്സ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കണ്ടോ? അപ്പൊ ആ ലിസ്റ്റ് നിങ്ങൾ വായിച്ചു വരണം. എന്നാലേ നിങ്ങൾക്ക് ഏതൊക്കെ ഡിസലൗഡ്. ഓഫീസ് എക്സ്പെൻസ് അല്ല, ഓഡിറ്റ് ഫീസ് അല്ല, ഡൊണേഷൻ അല്ല, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് വരില്ലേ? ഡൊണേഷൻ ആണ്. ഡൊണേഷൻ ഡിസലൗഡ് എക്സ്പെൻസ് അല്ലേ മോനെ? ഡൊണേഷൻ ഉണ്ട് കേട്ടോ. യെസ്, അപ്പൊ ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, അത് എടുക്കുക. പിന്നെ റെന്റ് വരില്ല. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടേ അടിയിലൊരു എമൗണ്ട് പറഞ്ഞു. ഡിപ്രീസിയേഷൻ ഒരു 20,000 അങ്ങനെ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റിൽ. ഇവിടെ എത്ര ഡിപ്രീസിയേഷൻ? 16. അപ്പൊ ബാക്കി ഡിഫറൻസ് എടുക്കുക. അപ്പോ എത്ര വരും? 17, 18, 3,700 വരും. അത് നമ്മൾ ആഡ് ചെയ്യണം. കത്തിയാ 2 ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് തന്നാല് ഡിഫറൻസ് എടുത്തിട്ട് ആഡ് ചെയ്യണം. യെസ്. പിന്നെ ജനറൽ എക്സ്പെൻസ് വരില്ല. പക്ഷെ ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് 1000 രൂപ ഇൻ കണക്ഷൻ വിത്ത് പേഴ്സണൽ കേസ്. അപ്പൊ പേഴ്സണൽ എക്സ്പെൻസ് ആയി. പേഴ്സണൽ എക്സ്പെൻസ് ഒരു ഡിസലൗഡ് എക്സ്പെൻസ് അല്ലേ? നോക്കി,
പേഴ്സണൽ എക്സ്പെൻസ് ഒരു ഡിസലൗഡ് എക്സ്പെൻസ് അല്ലേ നോക്കി, പേഴ്സണൽ എക്സ്പെൻസ്. അപ്പൊ അത് 1000 രൂപ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. അപ്പൊ അത് ആഡ് ചെയ്യണം. അപ്പൊ ഏതൊക്കെ ആഡ് ചെയ്യണ്ടേ? 10,000, 5,000, 20,000, 2,000, പിന്നെ 1000. ഓക്കെ അല്ലേ? 10,000, 5,000, 20,000, 2,000, 1000. ഓക്കെ അല്ലേ മക്കളെ? സെറ്റായോ? ഡിസലൗഡ് എക്സ്പെൻസുകളൊക്കെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 2,88,900 കിട്ടി. ഇനി ഡിസലൗഡ് ഇൻകം പറഞ്ഞു. ഡിസലൗഡ് ഇൻകം ഏതൊക്കെയാ? ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് വരില്ലേ? വരും. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ഡിവിഡൻഡ്, കണ്ടോ? അതൊക്കെയാണ് ഡിസലൗഡ് ഇൻകം. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ഒരു ഡിവിഡൻഡ് വരില്ലേ? വരും. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിറ്റിട്ട് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ നോക്കി പറയുന്നുണ്ട് പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് അസറ്റ് ആണ് ഡിസലൗഡ് ഇൻകം, അതെടുക്കാം. ബാഡ് ഡെറ്റ് റിക്കവേർഡ് വരുമോ? വരില്ല. അതെന്തുകൊണ്ടാ? എങ്ങനെ പറയണം? ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് വേറെ നോട്ട് അലൗഡ് ഏർലിയർ എന്ന് പറയണം. പക്ഷെ ഇവിടെ എന്താ പറയണേ? അലൗഡ് ഏർലിയർ എന്ന് പറഞ്ഞേക്കണേ. സോ അതെടുക്കണ്ട. ബാക്കി ഏതൊക്കെ കുറയ്ക്കാം? 3 ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് 12,500, ഡിവിഡൻഡ് 10,000, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് 80,000. അപ്പൊ പറയുന്ന ആ 3 എമൗണ്ട് എടുത്തിട്ട് കുറയ്ക്കുക. അപ്പോൾ 2,88,900 ഈ എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് 1,86,000. അതാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ക്ലിയർ? ക്ലിയർ ആണ് സാർ. പഠിക്കണം നിങ്ങൾ ഡിസലൗഡ് എക്സ്പെൻസ് കേട്ടോ. ചിലപ്പോൾ എക്സാമിന് 5 മാർക്ക് തിയറി ചോദിക്കും. ലിസ്റ്റ് ഔട്ട് എനി 5 ഡിസലൗഡ് എക്സ്പെൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ചോദിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ഹോംവർക്ക് ആയിട്ട് വർക്ക് ചെയ്യുക. ഇതിനകത്ത് ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 1,43,700. ഇതിൽ ഏതൊക്കെ ഡിസലൗഡ് എക്സ്പെൻസ് നോക്കി ആഡ് ചെയ്യുക, ഡിസലൗഡ് ഇൻകം ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ ആണോ മക്കളെ? കേട്ടില്ല. അഡ്ജസ്റ്റ്മെന്റ് കേട്ടില്ല. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞതിന്റെ പേരെന്താണ്? 2 അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞില്ലേ? അത് മാത്രമേ ഉള്ളൂ. 2-3 വരും. അത് വായിച്ച് നിങ്ങൾ ഡിസലൗഡിൽ പെടുകയാണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ എടുക്കണ്ട. അത്ര തന്നെ. ഇപ്പൊ ഡിപ്രീസിയേഷന്റെ കാര്യം അഡ്ജസ്റ്റ്മെന്റിൽ വരാം. അതുപോലെ പേഴ്സണൽ കേസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ട് വെറുതെ മൈനസ് ചെയ്യുക. പിന്നെ മറ്റേ ഇതില്ലേ, ബാഡ് ഡെറ്റ് റിക്കവേർഡ് നോട്ട് അലൗഡ് ഏർലിയർ, അതാണെങ്കിൽ പ്രത്യേക അഡ്ജസ്റ്റ്മെന്റിൽ പറയും. അപ്പൊ അത് അത്ര വരില്ല. 2-3 വരില്ല അഡ്ജസ്റ്റ്മെന്റ്, അതിൽ കൂടുതലൊന്നും വരില്ല കേട്ടോ. എന്താണ് വൊക്കേഷൻ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വൊക്കേഷൻ സിംപ്ലി മീൻസ് എനി ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് എൻഗേജ്ഡ് ആൻഡ് ഏൺസ് ലൈവ്ലിഹുഡ് ഫ്രം സച്ച് ആക്ടിവിറ്റി. അതായത് ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ ലൈവ്ലിഹുഡ് ഇല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രവൃത്തികളൊക്കെ ചെയ്യില്ലേ? വല്ല പപ്പട നിർമ്മാണോ കുട നിർമ്മാണോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് പോലെ ചെയ്യില്ലേ? സ്വയം തൊഴിൽ ചെയ്യില്ലേ? ആ ആക്ടിവിറ്റിനെ പറയുന്ന പേരാണ് വൊക്കേഷൻ. 2 മാർക്കിന് ചോദിക്കേ വൊക്കേഷൻ. ക്ലിയർ ആയോ? വൊക്കേഷൻ ക്ലിയർ? ക്ലിയർ ആയി സാർ. Vocation means any type of activity in which a person is engaged and earns livelihood from such activity. കണ്ടോ? ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ അല്ലെങ്കിൽ ആക്ടിവിറ്റിനെയാണ് വൊക്കേഷൻ എന്ന് പറയുക. ഓക്കെ അല്ലേ? ഇനി ഗ്രാറ്റുവിറ്റി പെൻഷൻ കൂടി പറയാം സാലറിയിൽ കേട്ടോ. എന്നിട്ട് പിന്നെ സാലറി അപ്പൊ കുറച്ചേ ഉണ്ടാവുള്ളൂ, നാളെ വേഗം തീരും. ഓക്കെ, ഗ്രാറ്റുവിറ്റി പറയട്ടെ. റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് ഗ്രാറ്റുവിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ അദ്ദേഹം ടാക്സ് അടയ്ക്കണ്ട. ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റിക്ക് എന്ത് അടയ്ക്കണ്ട? പക്ഷെ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, ഗവൺമെന്റ് അല്ലാത്ത പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ അതിൽ 2 കേസ് ഉണ്ട്. കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഉണ്ട്, നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഉണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ പറയും അത് കവേർഡ് ആണോ നോട്ട് കവേർഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയും. ചില സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ കവേർഡ് എന്ന് പറയുന്ന ആക്ട് പ്രകാരമായിരിക്കും ഗ്രാറ്റുവിറ്റി ചെയ്യുക, ചില സ്ഥാപനങ്ങളോ നോട്ട് കവേർഡ് ആയിരിക്കും. അപ്പൊ കവേർഡ് ആണെങ്കിൽ 3 കണ്ടീഷൻ ഓർത്ത് വെക്കുക കേട്ടോ. 3 കണ്ടീഷൻ ഓർത്ത് വെക്കുക. അയാളുടെ റിട്ടയർമെന്റ് സമയത്തെ മന്ത്ലി സാലറി എന്താണ് എടുക്കേണ്ടത്? വർഷത്തെ സാലറി അല്ല എടുക്കേണ്ടത്, പിന്നെ എന്തെടുക്കണ്ടേ? മന്ത്ലി സാലറി എടുക്കണ്ടേ? എന്തെടുക്കണ്ടേ? മാസ ശമ്പളം ഇൻറ്റു
15/26 അത് ഫിക്സഡ് ആണ്. 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ചിലപ്പോൾ അയാളെ ഒരു 32 വർഷവും 8 മാസവും സർവീസ് ഉണ്ടാവും അയാൾക്ക്. എന്നിട്ടായിരിക്കും റിട്ടയർ ആയിട്ടുണ്ടാവുക. എത്ര നാളാ? 32 വർഷവും 8 മാസവും. അങ്ങനെ വന്നാൽ നമ്മളിവിടെ 33 എടുക്കണം. റൗണ്ട് ചെയ്യണം. മനസ്സിലായോ? 6 മാസമോ അതിൽ കൂടുതൽ വന്നാൽ റൗണ്ട് ചെയ്യണം. കത്തിയോ? അപ്പൊ കവേർഡാണ് ഞാൻ പറഞ്ഞത്. കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 1972 ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമാണ് അയാൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നതെങ്കിൽ അയാളുടെ എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്ന ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? അയാളുടെ മാസ ശമ്പളം ഇൻറ്റു 15/26 ഇൻറ്റു അയാളുടെ ഇയർ ഓഫ് സർവീസ്. ഇയർ ഓഫ് സർവീസ് എന്ത് ചെയ്യണം? 6 മാസത്തിൽ കൂടുതൽ വന്നാൽ 6 മാസത്തിൽ കൂടുതൽ വന്നാൽ റൗണ്ട് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഒരാൾ 25 വർഷവും 9 മാസം വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആവണേ. അപ്പൊ 25 എടുക്കുക, 26 എടുക്കുക. 26. മനസ്സിലായോ? ഇനി 25 വർഷവും 2 മാസം ആണെങ്കിലോ? 25 എടുക്കുള്ളൂ. അപ്പൊ 6 മാസമോ അതിൽ കൂടുതൽ വന്നാലാണ് റൗണ്ട് ചെയ്യുക. മനസ്സിലായോ? ക്ലിയർ ആയോ ഒന്നാമത്തെ കണ്ടീഷൻ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും നിങ്ങള്. നിങ്ങൾക്ക് എത്ര സമയം എടുത്ത മതി? മടുത്താ? നാളെ പറഞ്ഞോ, നാളെ എടുത്താ മതിയോ? പറഞ്ഞു. പറയട്ടെ. അപ്പൊ ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ട്, ഗ്രാറ്റുവിറ്റി കവർ ചെയ്യാത്ത ചില സ്ഥാപനങ്ങൾ. അത് ക്വസ്റ്റ്യനിൽ പറയും, ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ കണ്ടോ? ഇങ്ങനെ പറയാ. അപ്പൊ ക്വസ്റ്റ്യനിൽ ഉണ്ട് കമ്പ്യൂട്ട് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇഫ് ഹീസ് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. കണ്ടോ? അങ്ങനെ കവേർഡ് ആണെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്ന് ഞാൻ പറഞ്ഞു തരണേ. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നിങ്ങള്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് പറയുന്നത്, അയാളുടെ മാസ സാലറി എടുക്കണം ഇൻറ്റു 15/26 ഫിക്സഡ് ആണ്. 15/26 ഇൻറ്റു അയാളുടെ ഇയർ ഓഫ് സർവീസ്. ഇയർ ഓഫ് സർവീസ് നോക്കി, ക്വസ്റ്റ്യനിൽ നോക്കി. മിസ്റ്റർ ബാബു റിട്ടയർ ഫ്രം ദ സർവീസ് ഓഫ് എ കമ്പനി ആണ് ആഫ്റ്റർ സർവിങ് ഫോർ 26 years and 8 months. കണ്ടോ? 26 വർഷവും 8 മാസവും ആള് വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആവണേ. അപ്പൊ 26 വർഷവും 8 മാസവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് 27 ആക്കി എടുക്കണം. അപ്പൊ 6 മാസം അതിൽ കൂടുതൽ വന്നാൽ റൗണ്ട് ചെയ്യണം. അതെയാ? രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം ഒരു 20 ലക്ഷം വെറുതെ എടുത്ത് എഴുതാം. അത് ഫിക്സഡ് എമൗണ്ട് ആണ്, 20 ലക്ഷം. മൂന്നാമത്തെ കണ്ടീഷനിൽ അയാൾക്ക് കിട്ടുന്ന ആക്ച്വൽ ഗ്രാറ്റുവിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്നിട്ട് ഈ 3 എമൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. 3 എമൗണ്ട് തമ്മിൽ എന്ത് ചെയ്യണം? നമ്മള് കമ്പയർ ചെയ്യണം. എന്നിട്ട് ചെറിയ എമൗണ്ടിന് ടാക്സ് അടയ്ക്കണ്ട. ഈ 3 എമൗണ്ടിൽ ഏറ്റവും ചെറുത് ഏതാണോ അത്ര എമൗണ്ടിന് അയാൾക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട എമൗണ്ട് ആണ്. അപ്പൊ ആൾക്ക് ഓൾറെഡി കിട്ടിയ ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിലെ കയ്യിലോട്ട് കിട്ടിയ ഗ്രാറ്റുവിറ്റി എമൗണ്ട്, അതിൽ നിന്ന് ഈ ഒഴിവാക്കപ്പെട്ട എമൗണ്ട് കുറച്ചാൽ ബാക്കിയുള്ളതായിരിക്കും ടാക്സബിൾ ഗ്രാറ്റുവിറ്റി, ടാക്സ് അടയ്ക്കേണ്ട ഗ്രാറ്റുവിറ്റി. സത്യോ? ഇനി ഒരു കാര്യം പറയാം. ഈ സാലറി എന്ന് പറയുന്നില്ലേ, മന്ത്ലി സാലറി എന്ന് പറഞ്ഞ സാധനമില്ലേ ഒന്നാമത്തെ കണ്ടീഷനിൽ, ആ സാലറി എന്ന് പറഞ്ഞാൽ അയാളുടെ ബേസിക് പേയും DNS അലവൻസും കൂട്ടണം, DAയും കൂട്ടണം. എന്നാലേ ബേസിക് പേ ഇത് സാലറി കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ കണ്ടീഷനിലെ മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂട്ടണം? ബേസിക് സാലറി, യെസ്. നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കാം, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കിക്കോ. Mr. Babu retired from the service of a company on 1st December 2022 after serving for 26 years and 8 months. 26 വർഷവും 8 മാസവും വർക്ക് ചെയ്തിട്ടാണ്, ജോലി ചെയ്തിട്ടാണ് മിസ്റ്റർ ബാബു റിട്ടയർ ആയത്. അദ്ദേഹത്തിന് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി 8,70,000. അപ്പോൾ ആൾക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി എത്ര രൂപയാ? 8,70,000. ഹിസ് മന്ത്ലി ബേസിക് സാലറി എത്രയാ? 32,000 ആണ്. DA ഒരു 16,000, പിന്നെ HRA ഉണ്ട് 2,000 രൂപ. കമ്പ്യൂട്ട് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇഫ് ഹീസ് കവേർഡ്. കണ്ടോ? കവേർഡ് വെച്ച് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കണ്ടീഷനല്ലേ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? കവേർഡ് ബൈ പേയ്മെന്റ്. കവേർഡ് ആണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞേ മന്ത്ലി സാലറി ഇൻറ്റു 15/26 ഇൻറ്റു മന്ത്ലി സാലറി എടുക്കുമ്പോ എന്തൊക്കെ എടുക്കണം? മന്ത്ലി സാലറി എടുക്കുമ്പോ എന്തൊക്കെ എടുക്കണം? സാലറി എടുക്കുമ്പോ ബേസിക് സാലറി പ്ലസ് DA ആഡ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ബേസിക് സാലറി എത്രയാണ്? 32,000 ആണ് ബേസിക് സാലറി. DAയോ
16,000. 32,000 പ്ലസ് 16,000 48,000. 48,000 ഇൻറ്റു 15/26 ഇൻറ്റു എത്ര വർഷം ഇയാളുടെ ഇയർ ഓഫ് സർവീസ്? 27. റൗണ്ട് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് 7,47,692 കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? രണ്ടാമത്തെ കണ്ടീഷൻ എത്ര എമൗണ്ടാ? 20 lakh. അത് വെറുതെ എടുത്ത് എഴുതാം. മൂന്നാമത്തെ കണ്ടീഷൻ ആൾക്ക് കിട്ടിയ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി. ആൾക്ക് എത്ര എമൗണ്ടാ ഗ്രാറ്റുവിറ്റി കിട്ടിയേക്കണേ? 8,70,000. ഈ മൂന്ന് കണ്ടീഷനിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാ? 7,47,692 അല്ലേ? അതെ. ആ എമൗണ്ടിന് അയാൾ എന്തടക്കണ്ട? ടാക്സ് അടയ്ക്കണ്ട. അപ്പൊ ആൾക്ക് കയ്യിലോട്ട് കിട്ടിയ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി 8,70,000 അല്ലേ? ആ 8,70,000 7,47,692 രൂപയ്ക്ക് ആൾക്ക് ടാക്സ് അടയ്ക്കണ്ട. ബാക്കി ഡിഫറൻസ് എടുക്കുക. അപ്പൊ 1,22,308 അയാളുടെ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ക്ലിയർ? മനസ്സിലായി സർ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി കവേർഡ് അല്ലാതെ നോട്ട് കവേർഡ് വരികയാണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്ത് ചെയ്യണം? സാലറി ഇൻറ്റു 15/26 അല്ല, അതിന് പകരം 1/2 ആണ്. എന്താണ്? സാലറി ഇൻറ്റു 1/2. യെസ്, 1/2. ഇനി ഇയർ ഓഫ് സർവീസ് ഒരിക്കലും നിങ്ങൾ റൗണ്ട് ചെയ്യണ്ട കേട്ടോ. അതായത് ഇപ്പൊ 36 വർഷവും 8 മാസം എന്ന് പറഞ്ഞാൽ 36 തന്നെ എടുത്താൽ മതി. മനസ്സിലായോ? 36 വർഷം 8 മാസമാണെങ്കിൽ 36 തന്നെ എടുക്കാവുന്നു. റൗണ്ട് ചെയ്യണ്ട ഒരിക്കലും. കേട്ടില്ല. 10 month ആവറേജ് സാലറി കൊടുത്തില്ല ഫസ്റ്റ് നോട്ട് കവേർഡിൽ. അത് സാലറി മന്ത്ലി സാലറി എടുത്താൽ മതി. സെയിം തന്നെയായിരിക്കും. മന്ത്ലി സാലറി തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ മന്ത്ലി സാലറി ഉണ്ട് 1/2 ഇൻറ്റു ഇയർ ഓഫ് സർവീസ്. ഇയർ ഓഫ് സർവീസ് എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്യണോ? വരുമ്പോ ആ ഉള്ള മന്ത് കളയാന്നല്ലേ, അങ്ങോട്ട് കയറ്റിടാൻ പാടില്ലാന്നല്ലേ? കേട്ടില്ല. റൗണ്ട് ചെയ്യാൻ പാടില്ല തന്നെ. രണ്ടാമത്തെ കണ്ടീഷൻ 20 ലക്ഷം. മൂന്നാമത്തെ കണ്ടീഷൻ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എടുക്കണം? ബേസിക് പേ എടുക്കാം. ഡി എ വെറുതെ തന്നെ എടുക്കരുത് കേട്ടോ. ഡി എ ഫോമിംഗ് ആണെന്ന് പറഞ്ഞ സാലറി ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഡി എ കൂട്ടാൻ പാടുള്ളൂ. മനസ്സിലായോ? ബ്രാക്കറ്റിലെ ഡി എ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ പറയും അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്താ? കേട്ടില്ല. HR കണ്ടീഷൻ പോലെയാണോ? യെസ്. HR കണ്ടീഷൻ പ്രകാരം ഡി എ ഫോമിംഗ് ആണെന്ന് പറയാൻ വേണ്ടി ഡി എ എടുക്കണം. ഇനി കമ്മീഷൻ എടുക്കാം. പക്ഷെ കമ്മീഷൻ വെറുതെ തന്നെടുക്കരുത്. ടേൺ ഓവറിന്റെ ഇത്ര ശതമാനം എന്ന് പറയും. 5 ലക്ഷം ടേൺ ഓവറിന്റെ 2% കമ്മീഷൻ. അങ്ങനെ പറഞ്ഞാൽ മാത്രം കമ്മീഷൻ വേണമെങ്കിൽ സാലറിയിൽ ഉൾപ്പെടുത്താം. ക്ലിയർ? ഏതാ സാലറി ആണോ? ലാസ്റ്റ് എന്തോ പറഞ്ഞില്ലേ? എടാ സാലറി നമ്മൾ എടുക്കൂലേ? നേരത്തെ മന്ത്ലി സാലറി എടുത്തപ്പോൾ നമ്മൾ ബേസിക് പേയും ഡി എയും കൂട്ടിയില്ലേ? ഇവിടെ നോട്ട് കവേർഡിൽ സാലറി എടുക്കുമ്പോൾ ബേസിക് പേ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഡി എ വെറുതെ തന്നാൽ എടുക്കരുത്. ഡി എ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നോ അല്ലെങ്കിൽ ഫോമിംഗ് എ പാർട്ട് ഓഫ് സാലറി എന്ന് പറഞ്ഞു സാലറി ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ മാത്രം ഡി എ എടുത്താൽ മതി. ഓക്കെ. അതുപോലെ കമ്മീഷനും എടുക്കാം. അപ്പൊ ഈ കവേർഡില് ഡി വെറുതെ തന്നാൽ എടുക്കാം. ഡി എങ്ങനെ തന്നാൽ എടുക്കാം. സാർ ഈ കവേർഡിലില്ലേ 50/26 എന്നില്ലേ, അവിടെ 6 മന്തിൽ കൂടുതലാണെങ്കിൽ ഓരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടിയത്? 7 മന്ത് ആണ് 27 അങ്ങനെ ചെയ്യേണ്ടത്? യെസ്. ഇപ്പോഴത്തെ കംപ്ലീറ്റ് ഇയർ സർവീസ് അല്ലേ 15/26 ഇൻറ്റു അതല്ലേ? അവിടെ ഇപ്പൊ 9 മന്ത് ആണെങ്കിൽ 29 ആക്കാം. യെസ്. അതായത് ഇപ്പൊ 20 പറഞ്ഞ മോളെന്ത് പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. ഇപ്പൊ 26 എന്നുള്ള 6 മന്തിന്റെ ഡേറ്റ് ആണല്ലോ. അതിപ്പോ 7 8 എല്ലാണെങ്കിൽ ഓരോന്നായിട്ട് കൂട്ടി ഇത് വരാക്കല്ലേ വേണ്ടത്? അങ്ങനെയല്ല. 26 വർഷവും 7 മാസം പറഞ്ഞാൽ 27. 26 വർഷവും 8 മാസം പറഞ്ഞാൽ 27. അതായത് 6 മാസവും അതിൽ കൂടുതൽ വന്നാൽ റൗണ്ട് ചെയ്യണമെന്ന്. സത്യ ഇവിടെയാണെങ്കിൽ ഒരിക്കലും റൗണ്ട് ചെയ്യാൻ പാടില്ല. എത്ര മാസമാണെങ്കിലും റൗണ്ട് ചെയ്യാൻ പാടില്ല. ക്ലിയർ? നോട്ട് കവേർഡില്ലേ? നോട്ട് കവേർഡില്. ഓക്കെ. ഇനി ആരെങ്കിലും ചോദിച്ചോ? സാറേ റൗണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വൽ 6 മാസം അതായത് ഒരു 26 വർഷം 6 മാസം എന്ന് പറഞ്ഞാൽ 6 മാസം എടുക്കുകയാണോ വേണ്ടത്? അതോ ആ 6 മാസം ഒന്നും കാട്ടാതിരിക്കാണ്ട്? 6 മാസം എടുക്കേ വേണ്ട. 26 വർഷം എടുത്താൽ മതി.
ഓക്കെ ഓക്കെ നോട്ട് കവേർഡിൽ കേട്ടോ. കവേർഡിൽ റൗണ്ട് ചെയ്ത് 27 ആക്കണം. ഓക്കെ. ഇനി പെൻഷൻ കൊണ്ട് കഴിഞ്ഞ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കഴിഞ്ഞു. പെൻഷനും ഇത് രണ്ട് രീതിയിലുണ്ട്. ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന പെൻഷൻ ആണെങ്കിൽ എന്തടയ്ക്കണ്ട? ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന പെൻഷൻ ആണെങ്കിൽ എന്തടയ്ക്കണ്ട? ടാക്സ് അടയ്ക്കണ്ട. നോൺ ഗവൺമെന്റ് പ്രൈവറ്റ് എംപ്ലോയിക്ക് ആണെങ്കിൽ അവിടെ രണ്ട് കേസ് ഉണ്ട്. ഈ എംപ്ലോയി ഗ്രാറ്റുവിറ്റിയും കൂടിയിട്ട് വാങ്ങുന്ന ആളാണെങ്കിൽ ഗ്രാറ്റുവിറ്റി കൂടി വാങ്ങുന്ന ആളായിരിക്കും, ചിലപ്പോൾ ഗ്രാറ്റുവിറ്റി വാങ്ങാത്ത ഒരാളായിരിക്കും. അപ്പൊ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കണം. ഓക്കെ. ഈ രണ്ട് രീതിയിൽ കാണണമെങ്കിലും നമ്മൾ ആദ്യം നോർമൽ പെൻഷൻ കാണണം. എന്ത് കണ്ടുപിടിക്കണം ആദ്യം? രണ്ട് കേസിൽ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? നോർമൽ നോർമൽ പെൻഷൻ പെൻഷൻ. കാണണം. നോർമൽ പെൻഷൻ എങ്ങനെ കാണാന്നറിയോ? കമ്മ്യൂട്ടഡ് പെൻഷൻ ക്വസ്റ്റിൽ തരും. ആ കമ്മ്യൂട്ടഡ് പെൻഷൻ ഇൻറ്റു അയാൾക്ക് കിട്ടിയ ആ ഷെയർ റെസിപ്രോക്കൽ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അപ്പൊ ക്ലിയർ ആവും. ഇത് കണ്ടോ? മിസ്റ്റർ മേനോൻ ഈസ് ഗെറ്റിംഗ് എ പെൻഷൻ ഓഫ് ₹21,000 പെർ മന്ത്. In July 2022, he got 2/3 of his pension commuted ₹3,85,000. അപ്പോൾ കമ്മ്യൂട്ടഡ് ആൻഡ് റിസീവ്ഡ് പെൻഷൻ എത്രയാ? കമ്മ്യൂട്ടഡ് ആൻഡ് റിസീവ്ഡ് പെൻഷൻ എത്രയാ? 3,85,000. ഇൻറ്റു എന്ത് ചെയ്യണം? അയാളുടെ ഷെയർ റെസിപ്രോക്കൽ ഓഫ് ഹി ഷെയർ. ആ ഷെയർ എത്രയായത്? 2/3 ഓഫ് ഹി ഷെയർ എന്നല്ലേ പറയണേ? 2/3 എന്ന് പറഞ്ഞാൽ 2/3 എന്നല്ലേ അർത്ഥം അല്ലേ? ആ ആ 2/3 തിരിച്ചിടണം, റെസിപ്രോക്കൽ ചെയ്യണം. അപ്പൊ എന്ത് വരും? 3/2. 3/2. അപ്പോൾ 3,85,000 ഇൻറ്റു 3/2 ചെയ്യുമ്പോൾ നമുക്ക് 5,77,500 കിട്ടും. അതാണ് നോർമൽ പെൻഷൻ. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കത്തിയോ? നോർമൽ പെൻഷൻ കാണാൻ മനസ്സിലായോ? മനസ്സിലായി. എല്ലാവർക്കും ക്ലിയർ ആയോ നോർമൽ പെൻഷൻ കാണാൻ? കമ്മ്യൂട്ടഡ് പെൻഷൻ ഇൻറ്റു അയാളുടെ ഷെയർ റെസിപ്രോക്കൽ ചെയ്യുക. കത്തിയോ? എന്ത് പെൻഷൻ ഇൻഡു? അയാളുടെ ഷെയർ റെസിപ്രോക്കൽ ചെയ്യുക, തിരിച്ചിടുക. അല്ല, എന്തിന്റെയാണ് തിരിച്ചുകൊണ്ടത്? മീൻസ് ആദ്യം പറഞ്ഞ അയാൾക്ക് കിട്ടിയ ഷെയർ ക്വസ്റ്റിൽ പറയും കണ്ടോ? ഹി ഗോട്ട് 2/3 ഓഫ് ഹി ഷെയർ. അപ്പോ 3,85,000 ആണ് മൊത്തം കമ്മ്യൂട്ടഡ് ആൻഡ് റിസീവ്ഡ് പെൻഷൻ. അതേ ഇൻറ്റു 2/3 എന്ന് പറയുമ്പോൾ 3/2 വരും. അപ്പൊ നോർമൽ പെൻഷൻ കിട്ടി. ഇനി നമ്മുടെ കണ്ടീഷനിലോട്ട് വരാം. ഇയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ ഈ നോർമൽ പെൻഷന്റെ 1/3 ഭാഗത്തിന് ടാക്സ് അടയ്ക്കണ്ട. ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ 1/3 ഭാഗം എമൗണ്ടിന് ടാക്സ് അടയ്ക്കണ്ട. ഇനി ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളാണെങ്കിലോ പകുതി എമൗണ്ടിന് ടാക്സ് അടയ്ക്കണ്ട, 1/2. ഓക്കെ ആണോ? ഗ്രാറ്റുവിറ്റി കിട്ടണ ആളാണെങ്കിൽ എത്ര പോർഷന് എക്സംഷൻ കിട്ടും? 1/3 ഭാഗം. 1/3. ഡിഡ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി ആണെങ്കിലോ? ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളാണെങ്കിലോ പകുതി എമൗണ്ടിന് ടാക്സ് അടയ്ക്കണ്ട. കിട്ടിയ പെൻഷനിൽ പകുതി എമൗണ്ട്. അപ്പൊ ഈ നോർമൽ പെൻഷൻ നോക്കി, ഈ ക്വസ്റ്റ്യൻ നോക്കി. ഹി ഓൾസോ റിസീവ് ഗ്രാറ്റുവിറ്റി. ഇയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ ഈ 5,77,500 കിട്ടിയില്ലേ നോർമൽ പെൻഷൻ? അതേ ഇൻറ്റു എത്ര എക്സംഷൻ കിട്ടും? 1/3 ഭാഗം. അപ്പൊ അതായത് 1,92,500 ടാക്സ് അടയ്ക്കണ്ട. അപ്പൊ കിട്ടിയ 3,85,000 പെൻഷൻ ഇല്ലേ, അതിൽ 1,92,500 ടാക്സ് അടയ്ക്കേണ്ട. ബാക്കി 1,92,500 ആണ് അയാളുടെ ടാക്സബിൾ എമൗണ്ട്. കത്തിയാ? മനസ്സിലായി സർ. ഇനി ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ലെങ്കിലോ നോർമൽ പെൻഷൻ ഇൻറ്റു 5,77,500 ഇൻറ്റു എത്ര എമൗണ്ടിന് എക്സംഷൻ കിട്ടും? ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളാണെങ്കിൽ പകുതി. 1/2 ആണ്. 1/2. അപ്പൊ 2,88,750 ടാക്സ് അടയ്ക്കണ്ട. അപ്പൊ കിട്ടിയ 3,85,000 3,85,000 വേണം കുറയ്ക്കാൻ കേട്ടോ. ഇവിടെ ഒരിക്കലും നോർമൽ പെൻഷൻ കുറയ്ക്കരുത് കേട്ടോ. കിട്ടിയ 3,85,000 2,88,750 കുറച്ച് ബാക്കി 96,250 ടാക്സ് അടയ്ക്കണം. കത്തിയോ? അപ്പൊ ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ 1/3 പോർഷന് ടാക്സ് അടയ്ക്കണ്ട. ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളാണെങ്കിൽ 1/2 പോർഷന് ടാക്സ് അടയ്ക്കണ്ട. ക്ലിയർ? 1/3 ഫിക്സ്ഡ് അല്ലേ? അതുപോലെ 1/2 ഫിക്സഡാ. 1/3 1/2. പക്ഷെ രണ്ടും ആണെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നോർമൽ പെൻഷൻ. നോർമൽ കാണണം. എന്നിട്ടേ ഇത് രണ്ടും ചെയ്യാൻ നിങ്ങൾ മുതിരാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഗ്രാറ്റുവിറ്റി കഴിഞ്ഞു, പെൻഷൻ കഴിഞ്ഞു. വന്ന 5 മാർക്കിനാണ് വരാറ്. ഈ അടുത്ത കാലങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല.